2 പടം ഇറങ്ങി, ഇപ്പൊ റൈഫിൾ ക്ലബ് ഇറങ്ങി, അതേപോലെ തന്നെ മാർക്കോ ഇറങ്ങി. രണ്ടിലും നമ്മുടെ മലയാളി റാപ്പേഴ്സ് ആണ് എല്ലാത്തിലും. ഇപ്പം കായിയുടെ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഇതിലും ഹെവി വൺ ഓഫ് ദ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് പൈസ മുടക്കി MHB ചെയ്യുന്ന ഒരു സംഭവമാണ്. പോലീസ് വണ്ടി ചവിട്ടോട് എന്നിട്ട് ഇവരോട് ചോദിക്കും നീക്ക് എന്താ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇവര് പറയും ഞങ്ങള് ആർട്ടിസ്റ്റാന്ന് പറയും. നീ ആർട്ടിസ്റ്റോ? ഇരുന്ന് പാടും. മമ്മിയൊക്കെ ഇങ്ങനെ കിച്ചടിക്കുമ്പോ കരിഞ്ഞ ചെവിയിൽ പറ്റി ഇത് വെച്ച് കമ്പ്യൂട്ടറിൽ നോക്കിയാ റാപ്പ് ചെയ്യുന്നത്. മമ്മി ഇതെന്തോ ഇവിടെ കിടന്ന് കണ്ണുണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിപ്ഹോപ്പിൽ അങ്ങനെ ഒരു ബുക്കില്ല, ഇതാണ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ചെല്ലുമ്പോ കാണുന്ന സീൻ മറ്റേ CG വർഗീസിനെ കൈപ്പത്തി അടിയാണ് റാപ്പ് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരു കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതിനെ കുറിച്ച് റാപ്പ് ചെയ്യാം. ഡസന്റ് മാറ്റർ. ലെബ്രോൺ ജെയിംസിന്റെ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഹെനസിയുടെ ബോട്ടിൽ ലെബ്രോൺ ജെയിംസ് ഇങ്ങനെ കറക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് V3Kയുടെ സോങ് ആണ്. എത്ര പേർക്ക് ഇതറിയാം? ഇവൻ കൈയും കാലും പിടിച്ചു സാർ എന്റെ ചോര വേണമെങ്കിലും തപ്പിക്കോ, ഞാൻ അടിക്കാറില്ല, ഉപയോഗിക്കാറില്ല. അവരെന്തൊക്കെ അവര് 2 ലക്ഷം രൂപ എന്നാ വിടാന്ന് പറഞ്ഞു. കടക്കഥയില്ല ദിരാവിൽ മതഭ്രാന്തർ എതിരാളി, അതുപോലൊരു തിരമാലകളിൽ മിതമായൊരു വാഹന കാഹളത്തിൽ ഈ കലിയുഗത്തിൽ ഈ കൈക്കുലിവാകുന്ന കുലനാരികളും പല നാരികളും സ്മാരകം പണിയണ കൊലയാളികളും കോടികൾ മാറ്റണ മുതലാളികളും പൊലയാടികളും. Another episode of Holy Habitat. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഗസ്റ്റ് ഉണ്ട്, സോനു, ഓൾസോ aka Kaidot. വെൽക്കം ടു Holy Habitat. അത് നമ്മുടെ എപ്പിസോഡിൽ പോഡ്കാസ്റ്റിൽ വരുന്ന ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആണ് ആർട്ടിസ്റ്റിന്റെ പെർസ്പെക്റ്റീവ് കേൾക്കാനുള്ള ഒരു എപ്പോഴും ഭയങ്കര നൈസാണ് ആർട്ടിസ്റ്റോട് സംസാരിക്കാൻ തന്നെ. എല്ലാരും അങ്ങനെയാണ്, ഒരു വൈബിലാണ് എല്ലാരും പോകുന്നത്. പിന്നെ പോഡ്കാസ്റ്റിന്റെ ഇതില് പോളണ്ടിലെ അനദർ പോഡ്കാസ്റ്റ് അല്ലേ, ഞങ്ങളുടെ ക്യാപ്ഷൻ അതാണ് അനദർ പോഡ്കാസ്റ്റുകള് ഭയങ്കര ഇപ്പോഴത്തെ ഒരു എന്താ ട്രെൻഡിങ് എന്നല്ല, ഐ മീൻ വെരി നോളജബിൾ. ഒരുപാട് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. സോ സംതിങ് വേറെ നമ്മളിങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം വെച്ചോ അല്ലെങ്കിൽ 3 പേര് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് അതിൽ കാണാൻ പറ്റും. സോ അത് ഒരു ബിഗ് സല്യൂട്ട് ഫോർ യു ഗൈസ്. താങ്ക് യു. അത് തന്നെ ഞങ്ങളുടെ ഒരു മോട്ടീവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് 3 പേരും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അറിയുന്ന ഈ ചുറ്റുപാടുള്ള ആൾക്കാരെ എല്ലാവരും കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പറയാന്നുള്ളതാണ് ഒരു മെയിൻ. അതാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മളൊരു സ്ട്രിക്റ്റ് ടോപ്പിക് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ടോക്കിംഗ്, കാഷ്വൽ ആയിട്ടുള്ള ടോക്ക്. നമ്മളൊരു ലോങ് ഫോർമാറ്റ് ഇതാവുമ്പോ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വാൾസ് ഒക്കെ പോകും. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കും. അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോ അതാണ് പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കുറെ കാലമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോ നിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോ ഫസ്റ്റ് തന്നെ ആ പേര് K.Dot, അതെന്താണ്? K.Dot തുടങ്ങുന്നത് ഞാൻ പണ്ട് ആലോചിച്ചെടുത്തൊരു പേരാണ്. കേരള എന്നായിരുന്നു. കേരള ഡോട്ട്, ലൈക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്താണ്. പിന്നെ എവൻച്വലി ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റിനോട് K.Dot മീൻസ് കെൻഡ്രിക് ലാമാറിന്റെ പഴയ പേരാണ് K.Dot. ആൻഡ് ഐ വാസ് ലൈക്ക് ഷിറ്റ്, ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ആ കാലത്ത് എനിക്കറിയില്ല. ഞാനങ്ങനെ ഈ ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഇങ്ങനെ ഫ്രീ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും K.Dot എന്ന് പറയും. അപ്പോഴാണ് പിന്നെ ഞാനത് KY എന്നാക്കി. ബിക്കോസ് ഓൾറെഡി ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ ആയിപ്പോയി. ഇനി ഞാൻ പേര് മാറ്റി, പുതിയ പേരൊക്കെ ആയിട്ട്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആർട്ടിസ്റ്റ് വികട കവി എന്ന് പറഞ്ഞു. വികട കവി എന്നായിരുന്നു ആദ്യം പേര്. പിന്നാണ് വികട കവി അങ്ങനെ ആക്കിയത്. അപ്പൊ അതും ഇതേപോലെ ആയിരുന്നു അങ്ങനെ. അപ്പൊ ആർട്ടിസ്റ്റിക് ആയിട്ട് പിന്നെ ഐ വാസ് ലൈക്ക് നമ്മൾ ഏത് പേരെടുത്താലും അതുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം വേറെ ഇതായിട്ട്. ഒബിയസ്ലി കെൻഡ്രിക് ലാമാറിന്റെ പഴയ പേര് K.Dot എന്നുള്ളൊരു സംഭവം ഞാൻ എടുക്കുന്നു. ബിഗ് ലെഗസി ആയിട്ടാണ് ലൈക്ക് ഫോളോവർ. ലൈക്ക് കെൻഡ്രിക് ലാമാർ ഇപ്പം കെൻഡ്രിക് ലാമാറിന്റെ ഹിറ്റ്സും കാര്യങ്ങളും ആൻഡ് ഇപ്പോഴും ട്രാക്സിൽ K.Dot എന്ന് പുള്ളി മെൻഷൻ ചെയ്യും ട്രാക്സിലൊക്കെ. സോ ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് ഷൗട്ട് ഔട്ട്. ആൾക്കാർ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കെൻഡ്രിക് ലാമാറിന്റെ ഡയറക്റ്റും അടിച്ചു പറ്റിയാണോ. അല്ല, ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പറ്റിയതാ. അപ്പം പിന്നെ ഞാൻ അതിൽ തന്നെ അങ്ങ് ഫോളോ ആയി. But it sounds nice, you know, K.Dot. It sounds good. അതിനൊരു ഇതുണ്ട്. അതെ. അപ്പൊ പിന്നെ KY എന്നാക്കി ഞാൻ. ശരിക്കും എന്റെ ലോഗോസിൽ ആദ്യം ഡിസൈൻ ചെയ്തത് K എന്ന് മലയാളത്തിലായിരുന്നു, ഇവിടെ ഡോട്ട് എന്ന് ഇംഗ്ലീഷിലും അങ്ങനെയായിരുന്നു. അതൊരു യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അതത്ര ഞാൻ പുഷ് ആക്കിയില്ല. അത് എന്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിലിടും അങ്ങനെ. പക്ഷെ എനിക്ക് കൂടുതലും കേരളത്തെ റെപ്രസെന്റേറ്റ് ചെയ്യണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ സറൗണ്ടിങ്സ് കുറിച്ച് റാപ്പ് ചെയ്യണം. അതാണ് കൾച്ചർ, അതാണ് ഹിപ്പ് ഹോപ്പ്. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫോം ഓഫ് ആർട്ടാണ്. ഞാൻ നേരത്തെ അത്
നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, ഈ മ്യൂസിക് സിംഗർ കോമ്പറ്റീഷൻസ് ഒക്കെ, അവിടെ ജഡ്ജസ് വന്നിട്ട് പറയില്ല ലൈക്ക് ഗൈസ് ഇതിൽ ഇതുണ്ട് മിസ്സുണ്ട്, സംഗതി പോരാ, അവിടെ തെറ്റിയിട്ടുണ്ട്. ഹിപ്ഹോപ്പിൽ അങ്ങനെ ഒരു ബുക്കില്ല, ഇതാണ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ പറയും ഓ ഈ റാപ്പ് കൊള്ളാത്ത, ഇങ്ങനെയല്ല റാപ്പ്. യു കാൺട്ട് സീ ഓൺ വാട്ട് ബേസിസ്. നിങ്ങൾക്ക് പറയാം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഭയങ്കര നീഷായിട്ടുള്ള കുറച്ച് ഓഡിയൻസിന് ഓക്കെ ആയിരിക്കും, കുറച്ച് ഓഡിയൻസിന് അത് മെയിൻ സ്ട്രീം ഓഡിയൻസിന് ഒരിക്കലും ഓക്കെ ആവത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു കൾച്ചർ. ഈ ആര് പുതിയ സ്റ്റൈൽ കൊണ്ടുവരുന്നു, പുതിയ സ്റ്റൈൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റാപ്പിംഗ് സ്റ്റൈൽസ് ആണെങ്കിലും പണ്ട് എപ്പോഴും പറയും ഈ ഗാങ്സ്റ്റേഴ്സ് മാത്രമായിരുന്നു ഹിപ്ഹോപ്പ്, മാഫിയ അല്ല, ഐ മീൻ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഗാങ്സ്റ്റേഴ്സ്. അപ്പൊ NWA എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, നിഗസ് വിത്ത് ആറ്റിറ്റ്യൂഡ്. അതിലാണ് ദാറ്റ് ഷോക്കേസ് എങ്ങനെയാണ് റാപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് വരുന്നത്, എങ്ങനെയാണ് റാപ്പിലോട്ട് വരുന്നത്. അതിലൊരു സീൻ, ഒരു ഭയങ്കര ഫേമസ് സീനാണ് നടന്ന സംഭവത്തിൽ. അപ്പൊ ഐസ് ക്യൂബ് ഇവരെല്ലാം കൂടെ, ഒരു വൈറ്റ് ആളാണ് ഇവരുടെ മാനേജർ, അയാളാണ് ഇതിലൊരു ദർ ഈസ് സംതിങ് ഇൻ റാപ്പ്. അപ്പൊ ഇവര് ഒരു US ഒരു സ്ട്രീറ്റിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ അവിടെ ചെന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പുറത്തിറങ്ങി ബർഗർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പോലീസ് വണ്ടി കൊണ്ട് ചവിട്ടും, 4 പോലീസ് വണ്ടി ചവിട്ടും അവിടെ. എന്നിട്ട് ഇവരോട് ചോദിക്കും നീക്ക് എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇവര് പറയും ഞങ്ങള് ആർട്ടിസ്റ്റാന്ന് പറയും. അപ്പം പറയും നീ ആർട്ടിസ്റ്റോ, എന്താ ആർട്ടിസ്റ്റ് നീക്ക് എന്ന് പറയും, ഞങ്ങൾ റാപ്പ് ചെയ്യുന്നവരാന്ന് പറയും. അപ്പൊ ഇവര് പറയും റാപ്പ് ഇസ് നോട്ട് എൻ ആർട്ട് എന്ന് പറയും, തറയിൽ കിടക്കാൻ പറയും. എല്ലാവരും തറയിൽ കിടത്തും. ഇവരെല്ലാവരും ആർട്ടിസ്റ്റ്. ആ സമയത്ത് ഇവരെല്ലാം ഹിപ്ഹോപ്പിലെ ലെജൻസ് ആയവരാ. ഇവരെല്ലാം തറയിൽ കിടത്തി പോലീസ് ചവിട്ടി താക്കും. ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് ആ പാട്ട് ഐസ് ക്യൂബിന്റെ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ്, മറ്റേ ഫക്ക് ദ പോലീസ് ഒക്കെ ഇതിന്റെ പേരിലാണ് അവർ എഴുതിയത്. അവരെ ചവിട്ടി താക്കും. അപ്പം ഈ മാനേജർ വന്നിട്ട് പറയും യു കനോട്ട് ഡു ദിസ് എന്ന് പറയും. അതും ചെയ്യുന്നത് ഒരു ബ്ലാക്ക് കോപ്പാ ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് ആൾക്കാരല്ല ചെയ്യുന്നത്, ഒരു ബ്ലാക്ക് കോപ്പാണ് ഇവരെ ചവിട്ടിയിടുന്നത്. അപ്പൊ ഇവർ എണ്ണിക്കാൻ തുടങ്ങുമ്പോൾ ആ ബ്ലാക്ക് കോപ്പ് ചവിട്ടി ഒന്നും കൂടെ താക്കും. എന്നിട്ട് പറയും ഞാൻ പറയുമ്പോഴേ നീയൊക്കെ എണ്ണിക്കും എന്ന് പറയും. അതിന്റെ വാശിക്കാണ് ഫക്ക് ദ പോലീസ് ചെയ്യുന്നതും. അതൊരു ഭയങ്കര അവരുടെ ഫസ്റ്റ് ആൽബം അത്ര ഹിറ്റ് ആവുന്നതും. പിന്നെ അവർ സ്റ്റേജിൽ കയറിയിട്ട് FBI അവരോട് പറഞ്ഞിട്ടുണ്ട് ഫക്ക് ദ പോലീസ് ഇവിടെ പെർഫോം ചെയ്യാൻ പാടില്ലെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഐസ് ക്യൂബ് മൈക്ക് എടുത്തിട്ട് പറയുന്നത് ലൈക്ക് ഐ ഹാവ് സംതിങ് ടു സേ. എന്നിട്ട് ഫുൾ ഓഡിയൻസിനെ കൊണ്ട് എല്ലാരെ കൊണ്ട് മിഡിൽ ഫിംഗർ പൊക്കിയിട്ട് ഫക്ക് ദ പോലീസ് പാടും. അപ്പോഴത്തേക്ക് സ്റ്റേജിലോട്ട് പോലീസ് എല്ലാം വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യും. ഭയങ്കര വലിയ ഇതായിരുന്നു. പക്ഷെ ആ സമയത്തുള്ള ഒരു മിത്തായിരുന്നു ലൈക്ക് ഈ ഗാങ്സ്റ്റേഴ്സ് മാത്രമേ ഹിപ്ഹോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ഗാങ്സ്റ്റർ റാപ്പിംഗ് ആണ് ഏറ്റവും, റാപ്പിലെ ഏറ്റവും പ്യുവർ ഫോം എന്ന് വെച്ചാൽ ഗാങ്സ്റ്റർ റാപ്പിംഗ് ആണ്. പിന്നെ അത് എവിഡൻലി പല കൾച്ചേഴ്സ് ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. റാപ്പ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഫണ്ണി ടൈപ്പ് ഓഫ് റാപ്പ് ചെയ്യാൻ തുടങ്ങി. ഫണ്ണി ലിൽ ഡിക്കി എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ഫണ്ണി ടൈപ്പ് റാപ്പ് ചെയ്യുന്നവരാ. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരു കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതിനെ കുറിച്ച് റാപ്പ് ചെയ്യാം. ഡസന്റ് മാറ്റർ. അവർക്ക് ഒരിക്കലും ഗ്യാങ് തോക്കും ഡ്രഗ്സിനെ കുറിച്ച് പറയണമെന്നില്ല. അത് ഡിവൈനും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഇന്റർവ്യൂസിലൊക്കെ. യു കെൻ ജസ്റ്റ് റാപ്പ് അബൌട്ട് എനിത്തിങ്. ആർക്കും ഈ ഫ്രീ ഫോം ഓഫ് ആർട്ടിൽ വരാം. അതാണ്. പിന്നെ ഇതൊരു എൻറ്റയർലി എല്ലാം ഇതിനകത്ത് ഹിപ്ഹോപ്പിനകത്ത് ഇറ്റ്സ് ബിഗ് കമ്മ്യൂണിറ്റി. ഗ്രാഫിറ്റി ചെയ്യുന്നവരാണെങ്കിലും ഡാൻസേഴ്സ് ആണെങ്കിലും ബോയ് ചെയ്യുന്നവരാണ്, സ്കേറ്റ് ബോർഡിങ് ചെയ്യുന്നവരുണ്ട്, ബൈസൈക്കിൾ സ്റ്റൺസ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം സ്ട്രീറ്റ് ആർട്ടാണ്. സോ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. പിന്നെ ഒരു റാപ്പറിന്റെ ബാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഇതിന്റെ ഈ പോസ്റ്റേഴ്സ് എഡിറ്റ് ചെയ്യുന്നവരുണ്ട്, നമുക്കൊരു ബീറ്റ് ഉണ്ടാക്കുന്ന ആളുണ്ട്, ആ ബീറ്റ് മിക്സിങ് മാസ്റ്ററിങ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഒരിടത്ത് ചെന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ റാപ്പേഴ്സ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഗ്യാമ്പിൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 50-50 ആണ്. ഞാൻ ചെയ്യുന്ന ട്രാക്ക് ഹിറ്റ് ആവണമെന്നില്ല. ഞാൻ ഒഴിച്ച് ഇത് വർക്ക് ചെയ്ത എല്ലാവർക്കും പേ ഔട്ട് ഉണ്ട്. ബിക്കോസ് ഞാൻ ഇവർക്കെല്ലാം പേ ചെയ്യും. ബ്രോ എനിക്കൊരു പോസ്റ്റർ ആണ്, എൻ്റെ റേറ്റ് ഇതാ കൊടുക്കും. ഹീ ഗെറ്റ്സ് മണി. ബീറ്റ് ഉണ്ടാക്കുന്ന ആളിൽ നിന്ന് ബീറ്റ് വാങ്ങും, പൈസ കൊടുക്കും. അവസാനം ഞാൻ ഈ ട്രാക്ക് ഉണ്ടാക്കി, ഇത് ഹിറ്റായില്ല, എനിക്കാണ് നഷ്ടം മൊത്തം. അതാരും അങ്ങനെ മനസ്സിലാക്കില്ല. പക്ഷെ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൈസക്കാരൻ ഞാനായിരുന്നു. ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നാട്ടില് ഹിപ്ഹോപ്പ് ഗ്രോത്ത് ആണ്. പീക്ക് ടൈം ആണല്ലേ. ഇതൊരു സ്റ്റേജ് 1 എത്തി എന്ന് പറയാം. പക്ഷെ ഇതല്ല ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ. ഇതല്ല ഒരു നമുക്ക് ഈ റാപ്പേഴ്സ് എല്ലാം ഇപ്പം US ആണെങ്കിൽ പോലും റാപ്പേഴ്സ് അങ്ങനെയാണ് കയറി വന്നത്. അവർ ചെറിയ ഇതിൽ നിന്ന് തുടങ്ങി പുതിയ പുതിയ ആർട്ടിസ്റ്റ് വന്നു. പിന്നെ അത് വാറായി ലൈക്ക് ബിറ്റ്വീൻ ഈസ്റ്റ് കോസ്റ്റ് വേഴ്സസ് വെസ്റ്റ് കോസ്റ്റ്. അത് പിന്നെ തമ്മി കൊല്ലാൻ തുടങ്ങി. ബട്ട് ഇറ്റ് ബിക്കെയിം ഗാങ്സ് ഇൻവോൾവ് ആവാൻ തുടങ്ങി. സോ ഇറ്റ് ഗോസ് ടു എക്സ്ട്രീം. ഇപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. എല്ലാവരും ഈക്വലി റെസ്പെക്ട് ചെയ്യും. ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഭയങ്കര സ്നേഹമുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും.
എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു ചെറിയ ആർട്ടിസ്റ്റ് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. അതേപോലെ ചെറിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഈ പുതിയതായിട്ട് വരാൻ ആൾക്കാരെ പ്രകടിപ്പിക്കും, ലൈക്ക് കം ടു ദ സീൻ, ഇറ്റ്സ് ഗുഡ്. പിന്നെ അവർ ഒരുപാട് സൈഫറൊക്കെ നടത്താറുണ്ട് കോട്ടയം പല സ്ഥലത്ത്. വലിയ ആർട്ടിസ്റ്റുകൾ അവിടെ വരും, ദേ ഡോണ്ട് ഹാവ് ടു കം. ഒരു കോട്ടയത്തൊക്കെ ഒരു സൈഫർ എടുക്കുകയാണെങ്കിൽ ഒരു നല്ല ലെവലിൽ പല ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അവിടെ വരേണ്ട ആവശ്യമില്ല. ബട്ട് ദേ കം, അവിടെ വന്ന് അവരുമായിട്ടൊക്കെ ചില്ല് ചെയ്ത് കുറച്ച് റാപ്പൊക്കെ ചെയ്ത് പോകും. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഇതിന്റെ ഒക്കെ ഒരു തുടക്കം എങ്ങനെയാണ്? ഈ ഇൻട്രസ്റ്റ് ഇതൊരു പാഷൻ ആണെന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് ഓഫ് ദിസ് ഓൾ ദിസ് സ്റ്റഫ്? ഞാൻ ഹോസ്റ്റലിലായിരുന്നു പഠിച്ചത്. ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് തൊട്ട് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും നമുക്ക് ഈ പാട്ട് കേൾക്കാനോ ഉള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഞാനൊരു ടാലന്റ് ഷോയ്ക്കാണ് 2 സീനിയേഴ്സ് എൻ്റെ പോയിട്ട് ഇന്ത്യൻ ലിങ്കൻ പാർക്കിന്റെ ഇന്ത്യൻ്റെ അവർ പെർഫോം ചെയ്ത്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വൺ തിങ്. ചേട്ടനപ്പോൾ ഇത് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റേ നോക്കിയിരിക്കായിരുന്നു, ലൈക്ക് ഓഷ്. എന്നിട്ട് ഞാൻ ഇന്ത്യൻ്റെ ആണ് ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്നത് റാപ്പായിട്ട്. വൺ തിങ് ഐ ഡോണ്ട് നോ വൈ, അത് ഫുള്ള് അത് നല്ലപോലെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 8 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഗൾഫിലോട്ട് പോയി, ഖത്തറിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഈ ലിറിക്സ് അടിക്കും. എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ലിൽ വെയ്ൻ ആയിരുന്നു. സോ ലിൽ വെയ്ൻ്റെ സൗണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ പാട്ട് പാടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ആ കാലത്ത് കണക്കാക്കത്തില്ല. ആ ഒരു സൗണ്ട് ഇങ്ങനത്തെ ഒരു സൗണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് വെച്ച് പുള്ളി ഇന്റർനാഷണൽ ലെവലിൽ അത്ര ഹിറ്റായി. അപ്പം ഞാൻ എപ്പോഴും പുള്ളിയായിട്ടാണ് കമ്പയർ ചെയ്തത്. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, എനിക്കൊരിക്കലും എൻ്റെ സൗണ്ടും കുറച്ച് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ സൗണ്ട് എന്നെ ഒരു കൊയറിനൊന്നും എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടേ ഇല്ല. അപ്പം ഞാൻ ഈ ലിൽ വെയ്ൻ്റെ ലിറിക്കൽ വീഡിയോ അടിച്ചിട്ട് ഞാൻ ലിറിക്സ് ഇരുന്ന് പാടും. മമ്മിയൊക്കെ ഇങ്ങനെ കിച്ചണിരിക്കുമ്പോൾ കാര്യം ഞാൻ ചെവിയിൽ വെച്ച് ഇത് വെച്ച് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ റാപ്പ് ചെയ്യുന്നത്. മമ്മി ഇവെന്തോ ഇവിടെ കിടന്ന് കണ്ണുണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും പുറത്തേക്കാൻ പറ്റില്ല. സംഭവം മമ്മി അറിയുന്ന എന്ത് വട്ടാണോ അങ്ങനെ അങ്ങനെ സ്ലോലി. അപ്പൊ അന്ന് വരെ എന്റെ ഫേസ്ബുക്ക് പേര് പോലും സോനു വെയ്ൻ എന്നാ, അത്രയ്ക്ക് വലിയ ഫാനായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. എന്നാലും ഞാൻ ഇതങ്ങോട്ട് പുഷാക്കാനോ അല്ലെങ്കിൽ ഇല്ല ഇതൊരു ഇൻഡസ്ട്രി ആവുന്നു. അല്ലെങ്കിൽ ആ കാലത്തൊന്നും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല ലൈക്ക് യു ആർ റാപ്പിംഗ് യുവർ സോങ്സ് ഇൻ സ്പോട്ടിഫൈ ആൻഡ് അതർ ബിഗ് പ്ലാറ്റ്ഫോംസ്. നമുക്കത് തിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നു, നമുക്കൊന്നും അത് പറ്റത്തില്ല. ഓൾസോ നമ്മൾ കാണുന്നത്, നമ്മളിപ്പോ ആ സമയത്ത് ഇപ്പൊ പറഞ്ഞ ടൈമിലൊക്കെ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് റാപ്പേഴ്സ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല മലയാളത്തിലോട്ടൊന്നും ഇങ്ങനെ ആവുന്നുള്ളതോ ഇങ്ങനെ ചേഞ്ച് ആവുന്നുള്ളതോ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. തമിഴില് പിന്നെ ഉണ്ടായിരുന്നു യോഗിയുടെ പഴയ പാട്ടുകൾ, ക്ലാസിക് ആയിട്ട് കാര്യങ്ങൾ. ആ കാലത്ത് പോലും മലയാളത്തിലേക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റൈലിഷ് സോങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ഒരു ഇംഗ്ലീഷ് റാപ്പ് പോലൊക്കെ വരുന്ന പഴയ പാട്ടുകളൊക്കെ ഉണ്ട്. ജാസിഫിന് മുമ്പ് ആ ടൈമിലും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ സംഭവം കുറെയൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവര് പുറത്തുനിന്നൊക്കെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും, എന്നിട്ട് ചെയ്യും. നമ്മൾ മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല, ഇത് ചെയ്യാൻ പറ്റിയ ആരും ഇല്ലെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്. പിന്നെ ഞാൻ കോളേജൊക്കെ എത്തി, അപ്പോഴും ഇങ്ങനെ ചെറിയ റാപ്പിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ കൊല്ലം. അപ്പൊ നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ ഞാൻ റാപ്പ് ചെയ്യുന്ന കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു ഇവിടെ സ്റ്റുഡിയോ ഉണ്ടാ, നീ പോയി നോക്കാൻ എന്താണ് ചെന്ന് മറ്റേ അവിടെ ഞാൻ ചെല്ലുമ്പോ കാണുന്ന സീൻ മറ്റേ CG വർഗീസിനെ കൈപ്പത്തി അടിയാള് അത് റെക്കോർഡ് ചെയ്യാം. അവരിതിട്ട് ഇങ്ങനെ ജീപ്പിലങ്ങ് പോകും. ആരും ഇപ്പൊ പഴയ മറ്റേ ഇതില്ല. അപ്പൊ ഞാൻ ചെന്ന ചേട്ടനെ കണ്ട്, ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ഇങ്ങനെ ഒരു സംഭവം റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു റാപ്പല്ലേ, നീ എന്തായാലും ഞാൻ വിട്ടുതരാം. അപ്പൊ പുള്ളി ഇതൊക്കെ ഇട്ട് തന്നെ എനിക്ക്, ഞാനും ഫസ്റ്റ് ടൈമാ ചെയ്യുന്നത്. ഇത് എത്ര അടുത്തിരിക്കണം എത്ര ബാക്കിൽ നിൽക്കണം നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് സംഭവം ചെയ്തെടുത്ത് എന്നിട്ട് ഞാനിത് എല്ലാവരും കൊണ്ട് കേൾപ്പിച്ചു നാട്ടിലുള്ള. അപ്പോൾ അത് ലോജിക്കിന്റെ ഒരു ബീറ്റാണ് യൂട്യൂബിലുള്ള. ആ ബീറ്റ് എടുത്ത് വെച്ചിട്ട് അതിന് ഞാൻ സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി, ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു ഭാഗം മാത്രം ഞാൻ ചോദിച്ചു മലയാളത്തിൽ എനിക്ക് ഞാൻ ഒരു സാധനം ചെയ്ത് ഫ്രീ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ചെയ്തോ അതും ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് സൗണ്ട് ക്ലൗഡ് ഇട്ടിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ലൈക്ക് ബ്രോ ഇങ്ങനെ റാപ്പ് ചെയ്യോ ഇതെന്ത് സീൻ സാധനം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ലൈക്ക് ഇത് ഓക്കെ ഓഡിയൻസ് ഉണ്ട്. അങ്ങനെ അത് പുഷായി തുടങ്ങി. അത് 2019 ആ ടൈമാണ്. അപ്പം അത് പുഷായി കഴിഞ്ഞിട്ടാണ് പിന്നെ നരകം എഴുതുന്നത്. നരകം വാസ് ലൈക്ക് അത് ഭയങ്കര കുറച്ച് പൊളിറ്റിക്കലായിട്ട് എഴുതിയ സംഭവം. നരകം ഞാൻ ഇവിടെ വന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത്, പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷെ നാട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത സാധനം.
അതും നല്ല രീതിയിൽ പോയി. പിന്നെ പക്ഷെ ഇതിന്റെ ഒക്കെ സൊസൈറ്റി അക്സെപ്റ്റൻസ് നമുക്കറിയാം, നമ്മൾ കുറച്ചൊരു മിഡിൽ ഏജ് ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെയാണോ ആർട്ടാണോ, പക്ഷെ അല്ലെങ്കിൽ ഓന് ഭ്രാന്താണ്, ആ ടൈപ്പ് ഓഫ് സൊസൈറ്റി അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടുണ്ട്? നമുക്ക് ആന്റി അങ്കിൾസ് ഒക്കെ ഇവരൊക്കെ ഇതെന്ത് പറയുന്നത് എന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഞാൻ നാട്ടിലാണെങ്കിൽ നമ്മൾ ഈ ട്രാക്ക് കേട്ട് ഞാനിങ്ങനെ നമുക്ക് അവിടെ ഇങ്ങനെ റബ്ബറും തോട്ടമുണ്ട്, റബ്ബർ തോട്ടത്തിൽ ഞാനിങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പൊ മറ്റേ വേലക്കാരിയൊക്കെ അവിടെ അമ്മയും പറയും ഒന്നും മനസ്സിലാകത്തില്ല, അവ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, പണ്ടും ഇങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ അങ്ങനെ പോകും. പക്ഷെ ഒരുപാട് ഞാനൊരു ഇപ്പം പലർക്കും പല സ്റ്റേജാണ് ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന പലപ്പോഴും. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഇത് ഹിപ്പ് ഹോപ്പാണ് എൻ്റെ കരിയർ ഇതാണ് എന്ന് ചൂസ് ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ആർട്ടിസ്റ്റ് ആവുകയും ചെയ്യും, ഒരു പ്രോപ്പർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. അവരത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഇതൊരു വലിയ ഗാമ്പിളാണ്, കരിയർ വൈസ് ഒരു ഭയങ്കര ഗാമ്പിളാണ്. നമ്മൾ ഹിറ്റ് ആവുമോ ഇല്ലയോ എന്ന് ഒരു ഐഡിയ. നമ്മൾ ചിലപ്പോൾ 30 വയസ്സായാലും ഒരു റാപ്പറായിട്ട് തന്നെ ഇരിക്കാം, നമുക്ക് ഒരു ഷോസ് ഒന്നുമില്ല, അങ്ങനെ ഇരിക്കണം. ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഹിറ്റ് ആവുകയും ചെയ്യും. അത്രയും വലിയ ഗാമ്പിൾ അവർ ചെയ്ത് അങ്ങനെയാണ് വളരെ സ്ട്രീറ്റ് അക്കാഡമിക്സ് ഒക്കെ ഭയങ്കരമായിട്ടൊരു വലിയ ബിഗ് സ്റ്റെപ്പാണ് കൊടുത്തത്. അപ്പോൾ അവർ ജസ്റ്റ് മലയാളത്തിൽ ഇങ്ങനെ തട്ടിക്കൂട്ട് റാപ്പ് ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റാപ്പ് ആവണം അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ഇംഗ്ലീഷ് റാപ്സ് കേൾക്കണം, അതിലെ ലിറിക്കൽ ഫ്ലോ ഒക്കെ കേൾക്കണം സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ഒക്കെ. ഇപ്പൊ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ 2 പടം ഇറങ്ങി, ഇപ്പൊ റൈഫിൾ ക്ലബ് ഇറങ്ങി, അതേപോലെ തന്നെ മാർക്കോയും ഇറങ്ങി. രണ്ടിലും നമ്മുടെ മലയാളി റാപ്പേഴ്സ് ആണ് എല്ലാത്തിനും. ഇംബാച്ചി മലയാളി റാപ്പറാണ് ഈ ഇംബാച്ചി. റൈഫിൾ ക്ലബിലെ മെയിൻ ട്രാക്ക് ഇതാണ്. മാർക്കോയില് അനോണമസും ഫിൽസും ആണ്, രണ്ടും എൻ്റെ ഫ്രണ്ട്സാണ്. അവർ രണ്ടുപേരും അതിൽ വന്നു. അനോണമസ് ഒക്കെ എത്രയോ വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിൽ എത്രയോ ആർട്ടിസ്റ്റുമായിട്ട് കൊളാബ് ചെയ്ത് പുതിയ പുതിയ ടെക്നിക്സ്, പുതിയ പുതിയ സ്റ്റൈൽസ് പോയി എടുത്ത് കണ്ടുപിടിച്ച് ഇപ്പം അവൻ സ്പെയിനിൽ മ്യൂസിക് സ്കൂളിൽ പഠിക്കുമോ ടു ഗെറ്റ് ബെറ്റർ, എങ്ങനെ ഈ ഇത് നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാം, ഹൗ കെൻ ഐ ബ്രിങ് ന്യൂ സ്റ്റൈൽസ്. അതാണ് ബിക്കോസ് ഇവർ ഈ ചെയ്തു വെക്കുന്ന ആർട്ടെല്ലാം ഇവിടെ കാണും. 10-20 കൊല്ലം കഴിഞ്ഞാലും ഇതെല്ലാം ഇവിടെ കാണും, 30-50 കൊല്ലം കഴിഞ്ഞാലും ഇതിവിടെ കാണും. അന്ന് ഇതൊക്കെ ക്ലാസിക് ആയിരിക്കും. ഇപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഹനുമാൻ കൈനൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ കുമാരി കണ്ടം ട്രാപ്സ് വോളിയം 1 എന്ന് പറഞ്ഞ് പരിമാൽ ഷൈസിന്റെ ഒരു ആൽബം ഇറങ്ങി, കുമാരി കണ്ടം. കുമാരി കണ്ടം എന്താണെന്ന് പറയാം, കുമാരി കണ്ടം എന്ന് വെച്ചാൽ ഒരു മിസ്റ്റീരിയസ് ലാൻഡ് മിത്ത, ഈ എൽഡൊറാഡോ പോലൊക്കെ നമ്മുടെ ഏഷ്യൻ സൈഡിൽ ഇന്ത്യയുടെയും മലേഷ്യ അവിടെ കണ്ട ഒരു ഭാഗത്ത് ഒരു വലിയ ലാൻഡ് ഉണ്ടായിരുന്നതോ, ഒരു ഭയങ്കര റിച്ചും ആയിരുന്നു, ഭയങ്കര ലിറ്ററേച്ചർ ആർട്ടിന് വേണ്ടിയുള്ള ഒരു ലാൻഡ്. എനിക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. പുള്ളി ആ കാലത്ത് ഐ ഡോണ്ട് നോ ഏത് വർഷം, ഇതൊക്കെ ഭയങ്കര പഴയതാണ്. ആ കാലത്ത് പുള്ളി ഇറക്കിയ ഒരു ആൽബം ആയിരുന്നു കുമാരി കണ്ടം ട്രാപ്സ് വോളിയം 1. ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ഫീച്ചറിങ് ആർട്ടിസ്റ്റുകൾ തിരുമാലി, ഓക്കെ, തിരുമാലി ഉണ്ട് അതിനകത്ത്, ലിൽ ചാത്ത് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ചെയ്തേക്കുന്ന ഹനുമാൻ കൈൻഡാണ്. MC കൂപ്പറാണ് ഒരു ട്രാക്ക് ഉണ്ട്, MC കൂപ്പറിൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്. ഈ സാധനം സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് പുള്ളി ആ കാലത്ത്. ഇപ്പൊ പരിമൽ ഷൈസ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പരിമൽ ഷൈസ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ സ്ക്വിഡ് ഗെയിംസിന്റെ ബീറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഹനുമാൻ കൈൻഡ്. അപ്പം പരിമൽ ഷൈസ് അന്ന് ചെയ്തു, അന്ന് ഇത്ര ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് പുള്ളി ഒരു ആൽബം ഡ്രോപ്പ് ചെയ്തു ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക്. സോ വിഷണറി അവര് പുഷ് ചെയ്യുന്നു. ഒരു സൈഡിൽ നിന്ന് സ്ട്രീറ്റ് അക്കാഡമിക്സ് ആർട്ട് കൊണ്ടുവരുന്നു, അതേ സമയത്ത് എറണാകുളം ബേസ്ഡ് ചെയ്ത് കുറച്ച് പിള്ളേർ ABI, കൊച്ചി സിറ്റി ഗോസ്റ്റ്, അവരൊക്കെ ഭയങ്കര ഫ്രീ സ്റ്റൈൽ. അവരൊക്കെ ഇങ്ങനെ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ എപ്പോഴും സൈഫറൊക്കെ ഉണ്ട് സ്ട്രീറ്റിൽ, അവരിങ്ങനെ റാപ്പ് ചെയ്യുന്നത്. ഇതും ഈ കൊച്ചി സിറ്റി ഗോസ്റ്റിൻ്റെ ഒക്കെ ലിറിക്കൽ ഫ്ലോയും ഇംഗ്ലീഷ് റാപ്പൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ഹൈ സ്റ്റാൻഡേർഡാണ്, ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്. MC കൂപ്പർ ആണെങ്കിലും ഹൈ സ്റ്റാൻഡേർഡാണ്. അതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പക്ഷെ അപ്പം എവൻച്വലി മൂവീസ് ഇത് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹിപ്പ് ഹോപ്പ് ഭയങ്കരമായിട്ട് വരാൻ തന്നെ. പക്ഷെ അത് ഈ പിള്ളേരെല്ലാം കാരണമാണ്. ഇപ്പൊ മലപ്പുറം സൈഡ് ആണെങ്കിലും ഡാപ്സി, ബേബി ജീൻ, ഇവരെല്ലാവരും ട്രാക്ക് ഇറക്കി ഇവരെല്ലാം ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുക. ഓരോ ആർട്ടിസ്റ്റുകളും അവരെ കൊണ്ട് പറ്റുന്ന രീതി നെക്സ്റ്റ് ലെവലിലോട്ട് ഹിപ്പ് ഹോപ്പ് എത്തിക്കുക. അപ്പോഴാണ് ബെറ്റർ ആവുന്നത്. ഇപ്പൊ ഒരുപാട് പേര് പണ്ട് ഇടയ്ക്ക് കംപ്ലൈന്റ് എല്ലാ ട്രാക്കും ഞാൻ വരെ കംപ്ലൈന്റ് എല്ലാം ഇപ്പൊ ഒരുമാതിരി മാപ്പിളപ്പാട്ട് വന്നു. പക്ഷെ നമുക്കൊരിക്കലും അത് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ജനിച്ചു വളർന്നത് ആ ഒരു ഏരിയയിൽ, അവര് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു കൾച്ചറാണ്. അതിപ്പോ കൊച്ചി നിൽക്കുന്ന അല്ലെങ്കിൽ കൊല്ലത്ത് നിൽക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഒരു ഹെയ്റ്റ് ഉണ്ടായിരുന്നു. അത് ബിക്കോസ് സഡൻലി ഈ കൊച്ചി സൈഡും ബാക്കിയുള്ള സൈഡിലൊക്കെ ഹിപ്പ് ഹോപ്പ് ഗ്രോ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ
ഭയങ്കര ഹെവി ലിറിക്കൽ ഫ്ലോ ഒക്കെ ഉള്ള റാപ്പേഴ്സ് ഒക്കെ പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ മലപ്പുറം സൈഡിൽ നിന്ന് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചും കൂടെ ഹെവി ആവാൻ തുടങ്ങി, കുറച്ചും കൂടെ അടിപൊളിയാവാൻ തുടങ്ങി. അപ്പൊ ഈ തല്ലുമാലയിലും കൂടെ വന്നപ്പോഴത്തേക്ക് മനുഷ്യർ എന്ന് പറയുന്ന ട്രാക്ക്, മനുഷ്യർ അല്ലല്ല മനുഷ്യർ എന്ന് പറഞ്ഞൊരു ബാൻഡാണ്, അതിലാണ് MHR, എൻ്റെ അറിവില് MHR, ഈ ഡാപ്സി, ഇവരെല്ലാം തുടക്കം അങ്ങനെ. അപ്പൊ അവര് കുറച്ച് ട്രാക്കൊക്കെ ചെയ്ത് ഇതിലൊക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ ഇട്ട് അത് കുറച്ച് നല്ല ട്രാക്ഷനായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരെ തല്ലുമാല വിളിച്ചത്. നമ്മള് പാട്ട് കേട്ട് ഒരിക്കലും നമുക്കതൊരു നാട്ടിലെ ആർട്ടിസ്റ്റ് എസ്സേനൊക്കെ ആൾക്കാരൊന്നും എസ്സേനെ കിട്ടത്തോലുമില്ല, എവിടാന്ന് പോലും അറിയില്ല. പുള്ളിയുടെ തന്നെ വേൾഡ്, പുള്ളി ഇങ്ങനെ ട്രാക്ക് ഡ്രോപ്പ് ചെയ്യും, സാധനം ഹെവി. ആ ഇംഗ്ലീഷ് ഫ്ലോ ഒക്കെ ഒരിക്കലും നമ്മൾ പറയത്തില്ല. നമ്മുടെ ആർട്ടിസ്റ്റുകൾ പണ്ടേ ഇത് ചെയ്യുമായിരുന്നു, നല്ല സ്കിൽഫുൾ ആയിട്ട് ഇംഗ്ലീഷ് റാപ്പ് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റിയിട്ടില്ല എസാപ് റോക്കിയോട് കൂടെ ഒരു പാട്ട് ചെയ്യാൻ പറ്റും. ആ പാട്ടിന്റെ തുടക്കം അതാണ് കൾച്ചർ. ഞാൻ വരുന്നത് കേരളത്തിൽ നിന്ന്, ക്യാബായ് കൈസ എന്നല്ല ഞാൻ പറയുന്നത്, ബ്രോ എന്താണ് ആ ഒരു സീനിലാണ്. അതാണ് ആ കാലത്ത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റില്ല. എസാപ് റോക്കിയായിട്ട് പെർഫോം ചെയ്യാന്ന് പറയുന്ന പോലും നെക്സ്റ്റ് ലെവൽ. ആ പാട്ട് ഡ്രോപ്പ് ചെയ്തപ്പോഴേ ലിറ്ററലി എനിക്ക് അതാണ്. അപ്പം ഇപ്പൊ ഹനുമാൻ കൈൻഡ് പോലും US ബേസ്ഡ് ആയിട്ട് പുള്ളിക്ക് US തന്നെ നിന്നുകൊണ്ട് US തന്നെ പുള്ളിക്ക് കുറച്ച് പരിപാടി ചെയ്യാം. പുള്ളി അങ്ങനെ ഹെവി ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്ക് അവിടെ തന്നെ ചെയ്യുന്നു. പുള്ളി നാട്ടിൽ വന്നു, ബാംഗ്ലൂർ വന്നു, ഇവിടുന്ന് ഒരു ചെറിയ ടീമിനെ സെറ്റപ്പ് ചെയ്തു, ഒരേ വിഷനുള്ള കുറച്ച് ആൾക്കാർ, അവരെല്ലാം ഒരുമിച്ച് വന്നു, എന്നിട്ട് ട്രാക്ക് ഡ്രോപ്പ്. ഈ ബിഗ് ഡോഗ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനു മുന്നേ പുള്ളി ഇറക്കിയിട്ടുള്ള ട്രാക്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഗംഗിസ് എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ട്. അതേപോലെ തന്നെ മറ്റേ ഒരു റെഡ് ഒരു ഭയങ്കര ഇങ്ങനെ ഫ്ലിക്കറിംഗ് ലൈറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്, അതും അടിപൊളിയാണ്. പക്ഷെ ഇതൊക്കെ ഓരോ വട്ടം ഇറക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ പൊന്നു ഇത്രയും ടാലന്റഡ് ഒരു ആർട്ടിസ്റ്റ്, ലൈക്ക് വൈ ഇസ് നോബഡി നോയിങ് ദിസ് ഗായ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ട് ഇറ്റ്സ് ടൈം ഫോർ എ ന്യൂ ഡ്രോപ്പ് എന്ന് കണ്ടു സ്റ്റോറി ഇട്ടു. അപ്പൊ ഞാൻ വെച്ചു വീണ്ടും ഒരു ട്രാക്ക് വരുന്നുണ്ട്, ലൈക്ക് യുനോ വിൽ പീപ്പിൾ ഈവൻ ലിസൺ, ലൈക്ക് യുനോ വിൽ ഇറ്റ് ഗോ അപ്പ്. അങ്ങനെ ബിഗ് ഡോഗ്സ് ഇറങ്ങിയപ്പോഴാണ് നോ ലൈഫ് ഷാക്ക് ഒക്കെ, അതൊക്കെ ഹിപ്പ് ഹോപ്പ് എൻതൂസിയസ്റ്റ് ലൈക്ക് ഓൾ അറൗണ്ട് വേൾഡ് ഇങ്ങനെ സ്ട്രീം ഒക്കെ ചെയ്യുന്നത്. അവരപ്പം റിയാക്ട് ചെയ്യുന്നു, ഓക്കെ ദർ ഇസ് എ സോങ് ഫോർ ബിഗ് ഡോഗ്സ്, ഐ ആം ലൈക്ക് ഓ മൈ ഗോഡ് താങ്ക് ഗോഡ്, ലൈക്ക് യുനോ ഫൈനലി അവരൊരു പുള്ളി അവിടെ ഒരു വെട്ടി തുറന്നൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. നൗ ഇനി ഇംഗ്ലീഷ് റാപ്പേഴ്സിന്, ഇംഗ്ലീഷ് റാപ്പ് ചെയ്യുന്നവർക്ക് there is an opportunity where you can go up. It's not like മലയാളത്തിൽ തന്നെ ചെയ്യണം. ആ കാലത്ത് എപ്പോഴും ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഓ ബ്രോ ഇംഗ്ലീഷിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഹിറ്റ് ആവണമെങ്കിൽ മലയാളത്തിൽ ചെയ്യണം, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതും ഇപ്പൊ തിരുത്തി തുടങ്ങി, ആർട്ടിസ്റ്റുകൾ കയറുന്നു. ഇപ്പൊ ഈ ലേബിൾസ് തന്നെ ഉണ്ട്, പുറത്തെ ലേബിൾസുകൾ വരുന്നുണ്ട്, വെസ്റ്റേൺ ലേബിൾസ് ഇന്ത്യയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പിക്ക് ചെയ്യുന്നുണ്ട്, അവർ സൈൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ഗ്രോത്ത് ഫോർ എപ്പം. ഇനിയിപ്പം എങ്ങനെ ഫ്രണ്ട്സ് എനിമീസ് ആവോ, ഇനി ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇതിപ്പോ ഒരു പീക്ക് ഉണ്ട്, ഇപ്പൊ മൂവീസിൽ വരുന്നു, ഈ എല്ലാരും ഇങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറുമോ, ഇതൊരു ട്രെൻഡ് പോവോ? പുതിയ സ്റ്റൈൽസ് വന്നില്ലെങ്കിൽ പോവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഇൻവെന്റ് ചെയ്തോണ്ടിരിക്കുക, ന്യൂ സ്റ്റൈൽസ്, ന്യൂ ഇപ്പം നമുക്കിപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൂവീസിലെ ഡയലോഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സാമ്പിള് മാക്സ് ബെഞ്ചമിൻ ക്രിസ്മ അവരുടെ ഒരു ട്രാക്കിൽ ഇതേപോലെ ഉണ്ട്. എന്താണ് ഈ സാമ്പിള്? സാമ്പിൾ അല്ല, സാമ്പിള്. ആ ട്രാക്കിന്റെ പേര് സാമ്പിൾ എന്നാണ്, സാമ്പിൾ എന്ന ആ ട്രാക്കിന്റെ പേര്. അപ്പം ഇങ്ങനത്തെ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നോണ്ടിരിക്കും. അതേപോലെ സ്ട്രീറ്റ് അക്കാഡമിക്സ് ചെയ്ത കോലിളക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലും അവർ യൂസ് ചെയ്തേക്കുന്നത് മോഹൻലാലിന്റെ ഇങ്ങോട്ട് കളി വേണ്ട പവിത്ര ആ ഒരു സാധനമാണ് അതിന്റെ കോർസ് ആയിട്ട് അവർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ട്രാക്സ് എല്ലാം അതൊക്കെ പുതിയ പുതിയ ഇതാണ്. പിന്നെ ഇതിലുണ്ടല്ലോ മറ്റേ സാധനം കയ്യിലുണ്ടോ, പേരെന്താ, നമുക്ക് നമ്മള് മലയാളീസ് എന്ന് പറഞ്ഞാൽ മൂവി ഇൻഡസ്ട്രി നമ്മൾ ഭയങ്കര നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പോലും നമ്മൾ ഇതിലെ ഡയലോഗ്സ് യൂസ് ചെയ്താൽ അപ്പൊ എല്ലാരും ഒരു ചിരി. അത്രയും ഇന്റർ കണക്റ്റഡ് ആണ് മൂവീസ്. നമ്മൾ മൂവീസിലോട്ട് ഹിപ്പ് ഹോപ്പ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഹിപ്പ് ഹോപ്പ് ഈസ് ബിക്കമിങ് ബെറ്റർ. പിന്നെ സ്പോട്ടിഫൈ കുറിച്ച് ആൾക്കാർ അറിയാൻ തുടങ്ങി. ഈ മോഡൊക്കെ യൂസ് ചെയ്ത് സ്പോട്ടിഫൈയിൽ ആൾക്കാർ കേൾക്കും. സ്പോട്ടിഫൈ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അല്ലെങ്കിൽ വേറെ യൂട്യൂബിലാണെങ്കിലും. പിന്നെ വീഡിയോസും കുറച്ചും കൂടെ ഹൈ എൻഡ് വീഡിയോസ്. ഇപ്പം മലയാളിയുടെ എന്ന് പറഞ്ഞ തിരുമാലിയുടെ പാട്ട്
ആ സമയത്ത് റെക്കോർഡ് ആ കാലത്ത് പുള്ളി ഷൂട്ട് ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ തിരുമാലിയുടെ ഫാഷനും സ്റ്റൈലും. തിരുമാലയുടെ പുതിയ മറ്റൊരു വീഡിയോ കണ്ടപ്പോ അതിന്റെ എന്താ പ്രൊഡക്ഷൻ ഇനിയും ഹെവി ആയിട്ട് വരുമോ. ഇനിയിപ്പം കായിയുടെ ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഇതിലും ഹെവി വൺ ഓഫ് ദ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പൈസ മുടക്കി MHB ചെയ്യുന്ന ഒരു സംഭവമാണ് അത് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രി കുലുങ്ങും, കായി ഇറങ്ങും. അപ്പം അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്ഷനിലാണ് പല ആർട്ടിസ്റ്റിന്റെ. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എങ്ങനെയാണ്, ഒരു തോട്ട് പ്രോസസ്സ്? ഇപ്പോൾ ഒരു ബീറ്റ് കേട്ടിട്ട് അതിനനുസരിച്ച് ലിറിക്സ് ചെയ്യണോ? പല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ലിറിക്സ് ഓൾറെഡി എഴുതി വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് അതിനനുസരിച്ച് ബീറ്റ് പ്രൊഡ്യൂസേഴ്സ് ബീറ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ബീറ്റ് കേട്ടിട്ട് കൂടുതൽ ഞാൻ കുറച്ചും കൂടെ ബീറ്റ് കേട്ടിട്ടാണ് എൻ്റെ ലിറിക്സ് എഴുതുന്നത്. പിന്നെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ലാതെ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഫോം ഓഫ് എല്ലാം പറയുക. ഈ നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ ഒക്കെ സ്റ്റൈൽ അങ്ങനെ എല്ലാം എടുത്തിടും അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ. പക്ഷെ അതും പറയേണ്ട ഒരു കാര്യമാണ്. ശ്രീനാഥ് ബാസി V3K കൊളാബറേഷൻ അവരുടെ ആൽബം, അതിലും അവർ ചെയ്ത ഒരു സാധനം V3K ശ്രീനാഥ് ബാസിയുടെ സാധനം ഞാൻ ഇരുതല പക്ഷിയാണ് പറയുന്നത്. അല്ലല്ല, ഒരു പാട്ടിന്റെ ഓഡിയോ ഹെനസി ലെബ്രോൺ ജെയിംസിന്റെ കൊളാബിൽ ഇട്ടേക്കുന്നു റീലില്. അത് ലെബ്രോൺ ജെയിംസിന്റെ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഹെനസിയുടെ ബോട്ടിൽ ലെബ്രോൺ ജെയിംസ് ഇങ്ങനെ കറക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് V3Kയുടെ സോങ് ആണ്. എത്ര പേർക്ക് ഇതറിയാം? ആർക്കും അറിയത്തില്ല. ഹെനസി US ബേസ്ഡ് ഹെനസിയുടെ, നോട്ട് ഈവൻ ഇന്ത്യ, അല്ലാതെ Hennessy.in ഒന്നും അല്ല ഞാൻ പറയുന്നത്. പ്രോപ്പർ US ബേസ്ഡ് ഹെനസിയുടെ ഒഫീഷ്യൽ പേജും ലെബ്രോൺ ജെയിംസിന്റെ ഒഫീഷ്യൽ പേജിൽ ഇതിങ്ങനെ കറക്കല്ല മോനെ എന്തോ ഒരു സാധനം ശ്രീനാഥ് ബാസി, അതാണ് അതിന്റെ ഓഡിയോ ഇട്ടിട്ടേക്കുന്നത്. സോ അത്രയ്ക്ക് ഹെവി റീച്ച് വരുന്നുണ്ട്. സോ അതാണ്. അപ്പൊ ഇതിന്റെ റൈറ്റിംഗ് പ്രോസസ്സും ഇതേപോലെയാണ്. കേട്ടിട്ട് നമുക്കൊരു പ്രത്യേക ഒരു കാര്യം നമ്മളെ ഹിറ്റ് ചെയ്തു. എനിക്കൊരു ഭയങ്കര ഒരു അനീതി തോന്നി എനിക്കൊരു സ്ഥലത്ത്. അപ്പൊ ഒരു റാപ്പർ എന്ന നിലയ്ക്ക് ഫസ്റ്റ് തിങ് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ എഴുതി തുടങ്ങും. അത് എൻ്റെ നരകവും അതേപോലെ ആയിരുന്നു. നരകത്തില് എൻ്റെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂർ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ അവർക്ക് പുഷിങ്ങും കണ്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അവിടെ ജസ്റ്റ് ഒന്ന് ചെന്ന സമയത്താണ് പോലീസ് വന്ന് അകത്ത് കയറിയത്, പിടിച്ചതും. ഇവൻ കൈയും കാലും പിടിച്ചു പറഞ്ഞു, സാർ എൻ്റെ ചോര വേണമെങ്കിലും തപ്പിക്കോ, ഞാൻ അടിക്കാറില്ല, ഉപയോഗിക്കാറില്ല. അവരെന്തൊക്കെ അവർ പറഞ്ഞു 2 ലക്ഷം രൂപ എന്നാൽ വിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് 2 ലക്ഷം രൂപ ആ ചെറുക്കന് ഒപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൻ അവസാനം കേസ് വർഷങ്ങളോളം നീണ്ടു. ആ ചെറുക്കൻ്റെ ലൈഫ് അവിടെ തീർന്നു. അവന് പുറത്തോട്ട് പോകാൻ പറ്റിയില്ല ആ കാലത്ത്. അവനവിടെ സ്റ്റക്കായി, എല്ലായിടത്തും ആ പേര് ദോഷം വന്നു. പിന്നെ ആ 2 ലക്ഷം രൂപ കൊടുക്കും. പിന്നെ അവസാനം വീണ്ടും എത്രയോ പൈസ മുടക്കി കോർട്ടിൽ വന്ന് ഈ പിടിച്ച സാധനം വീട്ടിൽ നിന്നൊന്നും പിടിച്ച പോലും ഇല്ല. പക്ഷെ പോലീസുകാർ തന്നെ ഇറക്കി വെച്ചു. 2 ലക്ഷം രൂപ കൊടുക്കാത്തതിന് പോലീസുകാർ തന്നെ സാധനം ഇറക്കി ഫോട്ടോ എടുപ്പിച്ചു. അവന്റെ ജീവിതം നശിപ്പിച്ചു. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആയി. അങ്ങനെയാണ് നരകം ഞാൻ എഴുതുന്നത്. നരകത്തിൽ ഞാൻ കൂടുതലും എൻ്റെ ലിറിക്സ് ഇതിനെ എയിം ചെയ്തിട്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കൂടുതലും പറയുന്നത് ഈ കൈക്കൂലി വാങ്ങുന്ന കുലനാറികളും പലനാറികളും സ്മാരകം പണിയണ കൊലയാളികളും കോടികൾ മാറ്റണ മുതലാളികളും കൊലയാടികളും അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായതുകൊണ്ട് ആ ഒരു റേഞ്ചിലാണ് ഞാൻ ആ നരകം എഴുതുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് പേര് നരകം കേൾക്കുമ്പോൾ അവർ പറയും ബ്രോ ഐ ഫീൽ ഇറ്റ്, സംഭവം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അതാണ് എല്ലാ റാപ്പേഴ്സും അവരുടെ ലൈഫിൽ നിന്ന് കാണുന്ന സ്റ്റോറീസും അവരുടെ രാഷ്ട്രീയം അവർക്ക് പറയാനുള്ള കാര്യങ്ങളുമാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ മെയിൻ സ്ട്രീം ആയിട്ട് ചെയ്യുന്നതുണ്ട് കൊമേഴ്ഷ്യൽ ടൈപ്പ് ഫോർ ഫൺ ബേസ്, ആൾക്കാർക്ക് ചില്ല് ചെയ്യാൻ അങ്ങനത്തെ സംഭവമുണ്ട്. മൂവി ബേസ്ഡും. പക്ഷേ ഈ റെക്കോർഡ് ലേബിൾസ് വരുമ്പോഴാണ് ഈ കോമ്പറ്റീഷൻ കൂടും, റൈവൽറീസ് വരും തമ്മിൽ. ഇതിനിയും ഇപ്പം നമ്മുടെ ഹോം ഗ്രൗണ്ട് റെക്കോർഡ് ലേബിൾസ് കുഴപ്പമില്ല. MHB ആണെങ്കിലും അങ്ങനെ ഈ നമ്മുടെ ഹോം ഗ്രൗണ്ട് കേരളത്തിൽ നിന്നുള്ള റെക്കോർഡ് ലേബിൾ അവരെപ്പോഴും റെസ്പെക്ട് ചെയ്യും ആർട്ടിസ്റ്റിക് വ്യൂ. നിങ്ങളൊരു ട്രാക്ക് ചെയ്തു, ആ ട്രാക്ക് അവർ കേട്ടിട്ട് ഓ ദിസ് ഈസ് ഗുഡ് ബ്രോ, വി വിൽ റിലീസ് ഇറ്റ്. അല്ലെങ്കിൽ അവർ ബ്രോ ക്യാൻ യു മേക്ക് അനദർ വൺ ഇഫ് യു ക്യാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് തന്നെ നോക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഈ പുറത്തുനിന്ന് വരുന്ന റെക്കോർഡ് ലേബിൾസ് ആർ വെരി ബ്രൂട്ടൽ. അവർ വളരെ ചീപ്പ് പൈസ ആയിരിക്കും കൂടെ. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഭയങ്കര റീച്ച് കിട്ടും ഇത്രയും വലിയ റെക്കോർഡ് ലേബിൾ എടുത്ത്. അപ്പോൾ ഇവർ കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ഇത് ഭയങ്കര കുറവായിരിക്കും. ഇവർ ഭയങ്കര പൈസയ്ക്ക് ഒതുക്കിയിട്ട് ഇവർ പറയും ഞങ്ങൾക്ക് ഒരു 5 ട്രാക്ക് ചെയ്തു തരണം ഈ വർഷം. അപ്പോൾ ഈ 5 ട്രാക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഓക്കെ ശരി ബ്രോ ഞാൻ ചെയ്തു തരാം. ഞാൻ ഒരു 5 ട്രാക്ക് ചെയ്ത് കൊടുക്കും. ഇവർ നോർത്ത് ഇന്ത്യ എന്നുള്ള ആയിരിക്കും, അല്ലെങ്കിൽ മലയാളികളാണെങ്കിൽ ഇതിനോടൊരു പാഷൻ വേണം, കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇവർ ഈ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞത് കേട്ടിട്ട് കൊള്ളത്തില്ല. ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാതാവുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. ഇപ്പം എൻ്റെ അറിവിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാതാവുമ്പോൾ നമുക്ക് അതിനോടുള്ള പാഷൻ പോകാൻ തുടങ്ങും.
ഇതൊരു വർക്ക് പോലെ. സാധാ ഒരാൾ കോർപ്പറേറ്റിൽ പോയി ജോലി ചെയ്യണ പോലെ, അതെ. ഞാൻ അവിടെ ചെല്ലും. ഭയങ്കരമൊക്കെ ഉണ്ടാക്കുന്ന അപ്പൊ ഈ റെക്കോർഡ് ലേബിൾസ് തന്നെ പറയും, നീ ഇനി എഴുതണ്ട, ഞങ്ങൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, പുള്ളി എഴുതി തരും നിനക്ക് ലിറിക്സ്, എന്റെ വോക്കല് മാത്രം മതി. വോക്കലും എന്റെ ആ ഒരു ആൾക്കാർക്ക് എന്നെ അറിയാമെന്നുള്ള ഒരു സെറ്റപ്പിൽ, അതാണ് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഗോസ്റ്റ് റൈറ്റേഴ്സിനെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ ചെല്ലും, ഒരാൾ കമ്പോസ് ചെയ്ത് തരും, ഞാൻ അവിടെ ചെന്നിട്ട് ഈ ലിറിക്സ് അതേപോലെ വായിക്കും. ആ ഒരു സ്റ്റേജിലോട്ട് അപ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ പാഷൻ പോയിക്കൊണ്ടിരിക്കും, പുള്ളിയുടെ പാഷനും താഴ്ന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹിപ്പ് ഹോപ്പിൽ സീൻ വരുന്നത്. അങ്ങനെയാണ് ഒരുപാട് US-ലൊക്കെ ഇങ്ങനെയാണ് ഒരുപാട് ആർട്ടിസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നതും ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകുന്നതും. അങ്ങനെയൊക്കെ നമ്മളെ അവർ US-ലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് ട്രാപ്പ് ചെയ്ത് കളയും ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ. ഒരു 5 മില്യൺ ഒക്കെ കൊടുത്തിട്ട് അറിയാം, ഒരു 5 വർഷത്തെ കോൺട്രാക്ട്. ഇത്രയും നാൾ കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള എനിക്ക് 5 മില്യൺ തരുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പോയി കാറ് മേടിക്കുന്നു, ഞാൻ പുള്ളി വരെ ലക്ഷറി ഗുഡ്സ് ഒക്കെ ഇടുന്നു, ട്രാവൽ ചെയ്യുന്നു, 5 മില്യൺ തീർന്നു. അപ്പോഴത്തേക്ക് അവന്മാര് ചോദിച്ചു തുടങ്ങും ട്രാക്ക് എവിടെ? അപ്പൊ ട്രാക്ക് ഞാൻ കൊടുക്കും, ഇത് കൊള്ളത്തില്ല, ക്യാൻസർ കൊള്ളത്തില്ല, കോൺട്രാക്ട് തീരാറായി, അല്ലെങ്കിൽ 1 വർഷത്തെ കോൺട്രാക്ട് വന്നു, എനിക്ക് ഈ ട്രാക്ക് കൊടുക്കാൻ പറ്റില്ല. അവന്മാർ എന്നെ സ്വിച്ച് ചെയ്യും, 10 മില്യൺ എന്നെ സ്വിച്ച് ചെയ്യും. ഞാൻ വിട്ടില്ലേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇവന്മാരുടെ കാല് പിടിക്കും. ഞാൻ എന്റെ സ്വത്തുക്കൾ ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെക്കും. അതുകൊണ്ടാണ് US-ലൊക്കെ റാപ്പേഴ്സിന് ഒരുപാട് പരിപാടികളുണ്ട്. കള്ള് ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്. കാര്യം അവരത് ഗ്രോ ചെയ്ത് 5 മില്യൺ 15 മില്യൺ 20 മില്യണോ എല്ലാ ആർട്ടിസ്റ്റിനെയും ശ്രദ്ധിച്ചാൽ മതി. അവരൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവർ കോൺട്രാക്ട് വോയിഡ് ആക്കും. എന്നിട്ട് അവർ സ്വന്തമായിട്ട് അവരുടെ റെക്കോർഡ് ലേബിൾ തുടങ്ങും. പിന്നെ എല്ലാ ആർട്ടിസ്റ്റും അവരുടെ സ്വന്തം റെക്കോർഡ് ലേബിളിലാണ് അവരുടെ ട്രാക്ക് റിലീസ് ചെയ്യുന്നത്. അത് ഈ മൂവീസിലും കണ്ടേ, പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്ന പോലെ ആ ഒരു ലെവലിലോട്ട് എത്തും ഹിപ്പ് ഹോപ്പ്. അപ്പൊ അത്രയും ട്രാപ്സ് എനിക്കെപ്പോഴും ഈ ഫോറിൻ എഫക്റ്റ് ചെയ്യുമ്പോഴേ, ഫോറിനേഴ്സ് വന്ന് നമ്മുടെ കൾച്ചറിൽ ഇടപെട്ട് നമ്മുടെ ട്രാക്ക് കേട്ട് എന്നിട്ട് അവര് ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഫ്രീഡം പറയാൻ തുടങ്ങും. പിന്നെ ഇത് പ്രൊമോഷൻ, അത് ഇതിനകത്ത് ഒരുപാട് ഇവരിങ്ങനെ ചെയ്യും. വലിയ ടാലന്റഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പോലും ഇവരെ എടുത്തിട്ടുണ്ട്, ആ ട്രാക്ക് അത്ര ഓടിയില്ലെങ്കിലും ഇവർ തന്നെ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ അപ്കമിങ് ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ട്രാക്ക് ഇങ്ങനെ ഒന്ന് കയറിപ്പോയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ ഇവരാണ് തീരുമാനിക്കുന്നത്. അപ്പം അവർക്ക് കോമ്പറ്റീഷൻ ആയിട്ടൊരു ട്രാക്ക് വരുമ്പോൾ ഇതെങ്ങനെയെങ്കിലും നമുക്ക് എത്തരുത്, ക്രൗഡിലോട്ട് എത്തരുത്. നമുക്കൊരു 10 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് നമുക്ക് ഈ പാട്ടിനെ റീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ പാട്ട് വൈറലായി പോകും. അത് ഈ ഒരു ഇതൊക്കെ ഹിന്ദിയിലൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ കോമ്പറ്റീഷൻസ് ലേബിൾസ് തമ്മിൽ പിടിച്ചത് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ്. ഈ വളരെ എനിക്ക് അറിയത്തില്ല, നമ്മുടെ ട്രാക്കുകൾ കേട്ടിട്ട് റിയാക്ട് ചെയ്യുന്നതൊന്നും വളരെ കുറവാണ്. US-ലൊക്കെ ഉണ്ട് സ്ട്രീമേഴ്സ് ഒക്കെ, ഒരു ആർട്ടിസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ അവർ കേക്ക്, എന്നിട്ട് ഒരു ലിറിക് ബൈ ലിറിക് അവർ അങ്ങനെ പറഞ്ഞ ഒരു അത് ഭയങ്കര ഹിറ്റാണ്. നോ ലൈഫ് ഷാക്ക് ഒക്കെ അങ്ങനെ ഹിറ്റായ നോ ലൈഫ് ഷാക്ക്. അപ്പം പുള്ളിയൊക്കെ ഇങ്ങനെ, പിന്നെ ബ്ലാക്സ് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര റിയാക്ട് ചെയ്യും. ഇപ്പൊ ഒരു ലിറിക്കലൊക്കെ ഇങ്ങനെ, ഇപ്പൊ ഡ്രേക്കും കെൻഡ്രിക് ലാമാറും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ലൈക്ക് ദാറ്റ് വഴിയാണ് ആദ്യം ഡ്രേക്കിനെ ഹിറ്റ് ചെയ്തത്. പിന്നെ അപ്പം തന്നെ തിരിച്ചിറക്കി, അപ്പം തന്നെ അടുത്തിറക്കി നോട്ട് ലൈക്ക് ഒക്കെ ഭയങ്കര ഹിറ്റായി. അപ്പൊ അതാണ് ഹിപ്പ് ഹോപ്പ് ഈസ് എ കോമ്പറ്റീറ്റീവ് സ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് സ്പോർട്ട്. ഇത് റാപ്പ് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ലിറിക്സ് കേട്ട് ഇങ്ങോട്ട് വന്ന് കാല് വെട്ടി അടിച്ചു, ഇങ്ങനത്തെ ലിറിക്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് നിന്നെ ഞാൻ തീർക്കും, ആ ഒരു ടൈപ്പാണ്. പക്ഷെ ആരും എയിം ചെയ്തിട്ടല്ല, ലൈക്ക് യു ആർ ട്രൈങ് ടു ബി ലൈക്ക്. അതും ഈ റാപ്പ് ബാറ്റിൽസ് ഒക്കെ അങ്ങനെ ആയിരുന്നു. തമ്മി നമ്മള് ഇപ്പോഴൊക്കെ അത് ഇല്ല സത്യം, ആ കൾച്ചറൊക്കെ പോയി തുടങ്ങി. റാപ്പ് ബാറ്റിൽസ് ഒക്കെ ഇപ്പം റോസ്റ്റ് ചെയ്ത് പരസ്പരം തമ്മി റോസ്റ്റ് ചെയ്ത് ഇതാക്കുന്നു. പക്ഷെ അത് ആൾക്കാർ ഇപ്പൊ ഭയങ്കര ഇമോഷണലി എടുക്കും, സീരിയസ് ആയിട്ടൊക്കെ എടുക്കും. അവൻ അങ്ങനെ പറഞ്ഞു അത്രയും ഇത് റാപ്പ് ബാറ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ ഡിസ്ട്രോയ് ചെയ്യുക, ലിറിക്കലി ഡിസ്ട്രോയ് ചെയ്യുക, അവന്റെ കോൺഫിഡൻസ് കളയുക. 8 മൈലിൽ എമിനൊക്കെ അതാണ്. എമിനൊക്കെ ഈ ഭയങ്കര ഇതില് വളർന്നു വന്ന റാപ്പ് ബാറ്റിൽസിൽ കൂടാണ് ശരിക്കും റാപ്പേഴ്സ് വളർന്നു വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ കൂടുതൽ സൈഫറാണ്. ഒരു 10-15 ആർട്ടിസ്റ്റ് വരും, ബീറ്റ് ബോക്സ് ചെയ്യുന്നവർ വേണം. അവരിങ്ങനെ ബീറ്റ് ചെയ്യും, ഒരു ആർട്ടിസ്റ്റ് റാപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ അടുത്ത ആർട്ടിസ്റ്റ് അതിനകത്ത് റാപ്പ് ചെയ്യും വീണ്ടും. അപ്പൊ എല്ലാവരും നൈസ് അങ്ങനെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ കണ്ടറിയാം ഇനി എങ്ങനെ നെക്സ്റ്റ് ലെവൽ പോകണത്. ഞാനുണ്ടല്ലോ, ഞാൻ ഇപ്പം കുറെ കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ 2 പാട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞ ഫോൺ ബോയിങ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഫുള്ള് കേട്ടിരിക്കുക അങ്ങനെ തോന്നും.
ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയും, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ കേട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഓൾറെഡി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഹിപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് പൊളിറ്റിക്സും കൂടി പറയണം. ഇപ്പൊ നരകത്തിലെ കാര്യം പറഞ്ഞു. ഇപ്പൊ ബ്രോ ഓൾറെഡി ഭയങ്കര പൊളിറ്റിക്കലിയും അവെയർ ആയിട്ടുള്ള ഒരാളല്ലേ? പൊളിറ്റിക്കലി അവെയർ ആവണം. റാപ്പ് കുറച്ചും കൂടെ നമ്മൾ നാട്ടിൽ കിടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും 8 മൈലൊക്കെ കണ്ടാൽ അതിലൊക്കെ ഒരു സീനിലൊക്കെ എമിനം തിരിച്ച് റാപ്പ് ചെയ്യുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും കെൻഡ്രിക് ലാമാറൊക്കെ ഇതിന്റെ എക്സ്പേർട്ടാണ്. പൊളിറ്റിക്കലി നടക്കുന്ന എല്ലാ കാര്യവും പുള്ളി പറയുന്നുണ്ട്. ഡൈ ഹാർഡ് ഒക്കെ ഹംബിളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതേപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ട്രാക്സിലും ഒരുപാട് പൊളിറ്റിക്കലി പറയുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആൽബം ഇറങ്ങിയത് GNX സർപ്രൈസ് ഡ്രോപ്പ് ആയിരുന്നു, ആരും പ്രതീക്ഷയില്ല പെട്ടെന്ന്. ഇപ്പം കെൻഡ്രിക് ലാമറൊക്കെ പൈസ ഉണ്ട്, എനിക്കിനി കാശിന് വേണ്ടി റാപ്പ് ഉണ്ട് ആവശ്യമില്ല, എനിക്കിനി ഒരു റെക്കോർഡ് ലെവലിന് അണ്ടറിൽ പോയി നിന്നിട്ട് അവര് തരുന്ന നക്കാപ്പിച്ച അടിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം, എനിക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ച് എല്ലാം പറയാൻ പറ്റും. അത് ഭയങ്കര റിസ്കിയും കൂടാണ്. നമ്മൾ കുറെ ആൾക്കാരെ ഇതില് വലിച്ചഴക്കോ നമ്മളിങ്ങനെ പറയും, എസ്പെഷ്യലി ഇപ്പോഴത്തെ ടൈമിൽ ക്യാൻസൽ കൾച്ചർ ഒക്കെ നമ്മുടെ തലയ്ക്ക് വില ഇടും ആൾക്കാര്. നമ്മൾ ജസ്റ്റ് ഒരു പോൺസ് ആണ് ഈ വേൾഡിൽ, അൺലെസ് യു ആർ വെരി റിച്ച്, അൾട്ടിമേറ്റ് റിച്ചസ്റ്റ് ആൾക്കാർ. ഈ ആൻഡ്രൂ ടേറ്റ് പറഞ്ഞ പോലെ ക്യാൻസർ ട്രീറ്റ്മെന്റ് പോലും റിച്ചിന് ചെയ്യുന്ന പോലാണോ നമുക്ക് കീമോതെറാപ്പി അടിച്ചു പോകും, ഇത് വർക്കാവുന്നില്ല, അടുത്തടിക്കും. ഓരോ വട്ടം കീമോതെറാപ്പി അടിക്കുമ്പോഴും നമ്മുടെ ലൈഫ് തീർന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ അവര് ഇത് വർക്കായില്ല, അടുത്ത ഒന്നും കൂടെ ചെയ്യാം പുതിയത്. പക്ഷെ ഒരു റിച്ച് ആളുടെ ആണെങ്കിൽ അയാളുടെ ആ ക്യാൻസർ സെല്ലിൽ ഒരെണ്ണം എടുത്തിട്ട് ഒരു കൂട്ടിനകത്ത് വെച്ചിട്ട് ഓരോ കീമോതെറാപ്പി ആ സെല്ലിന് കൊടുത്ത് അതിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയ കീമോതെറാപ്പി മാത്രമേ ആ റിച്ച് പേഴ്സണ് കൊടുക്കൂ. അതാണ് ഡിഫറൻസ്. നമ്മൾ വെറും പോണാണ്, നമ്മൾക്ക് ഇടപെടാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും നമുക്ക് പ്രോബ്ലമാണ്. ഇപ്പൊ നാട്ടിൽ പോലും നമ്മൾ പറയും സീനില്ല. ഇപ്പൊ പൊളിറ്റിക്കലി സംസാരിക്കുന്നത് ഒരു പാർട്ടിയെ കുറിച്ചൊന്ന് എടുത്തു വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് നോക്കുക, ആരും ചെയ്യാറില്ല. കളി മാറും, റിസ്കിയാണ്. അവിടുത്തെ ഒരു ലോക്കൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറയും ഇവൻ അവിടെ ഉള്ളവനാ, അവർക്കാണ് ഇൻഫർമേഷൻ കിട്ടുക. ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഒരു ബൈക്ക് വന്ന് തന്നെ വെട്ടിയാൽ തീർന്നില്ലേ, ആർക്കും ഇഷ്ടം. ഒരു മാസം ചിലപ്പോൾ മീഡിയാസ് ഒക്കെ സംസാരിക്കും. അത് അത്രയും എക്സ്ട്രീം. ഇപ്പൊ എല്ലാരും കൂടുതലും നമ്മുടെ റാപ്പേഴ്സ് എല്ലാം ശരിക്കും സ്ട്രഗ്ലിംഗ് എന്ന് വെച്ചാൽ ഇവർക്ക് സ്ട്രീംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, യൂട്യൂബിൽ നല്ല സ്ട്രീംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് വളരെ ചുരുക്കം പൈസയാണ്. പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് 10 മില്യൺ സ്ട്രീം കിട്ടി. 10 മില്യൺ ഈ സ്പോട്ടിഫൈ എടുത്ത്, ഈ സ്പോട്ടിഫൈയിൽ പാട്ടെത്തിക്കുന്ന ടീമും എടുത്ത്, പിന്നെ ഇനി ഇതിനാരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരും എടുത്തിട്ട് വളരെ ചുരുങ്ങിയ പൈസയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവിടെ കൂടി നമ്മുടെ ആർട്ടിസ്റ്റുകൾ പൈസ ഉണ്ടാക്കുന്നത് ലൈവ് ഷോസ് മാത്രമാണ്. ലൈവ് ഷോസിൽ മാത്രമാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. അവിടെ ലൈവ് ഷോസിൽ ചെന്നിട്ട് അവർക്ക് പറയാം എൻ്റെ പൈസ ഇട്ട, അപ്പോൾ അവർ പറയും ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ വാ ഞങ്ങൾ തരാം എന്ന് പറയുന്ന, അവിടെ മാത്രമേ ഇവർ പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവർ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് ആർട്ടിസ്റ്റുകൾ. ഇവർക്ക് ജീവിക്കണ്ടേ, എല്ലാ മാസവും ഇവർക്ക് നമ്മൾ നോർമലായിട്ട് ജോലിക്ക് പോകുന്ന ഒരാൾക്ക് എല്ലാ മാസവും ശമ്പളമുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ലോക്കലായിട്ട് നടക്കാൻ പറ്റില്ല, ബ്രാൻഡഡ് ക്ലോത്ത്സ് ഇടാൻ പറ്റും, അത് നൈക്കോ അഡിഡാസ് ഇട്ടാ പോരാ, ഡിസൈനർ തന്നെ എടുക്കണം. മലയാളം ആക്ടേഴ്സിനെയൊക്കെ ഇപ്പം കണ്ടിട്ടില്ല, ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവർ പോലും ഡിസൈനർ ക്ലോത്ത്സ് ആണ് ഇടുന്നത്. സോ നമ്മളൊരു മലയാളത്തിൽ ഒരു റാപ്പ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വലിയ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളും ഡിസൈനർ ഇട്ടേ പറ്റും. അപ്പം ഇങ്ങനെ വരുമ്പോ എക്സ്പെൻസ് ഉണ്ട്, പോകുന്നിടത്ത് എക്സ്പെൻസ് ഉണ്ട്. സരോജ് കുമാർ പറഞ്ഞ പോലെ തട്ടിമുട്ടി ജീവിക്കാൻ പോലും 1.5 കോടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലാണ് ഈ പുറത്തുനിന്ന് വരുന്ന റെക്കോർഡ് ലേബിൾസ് ഒക്കെ നമ്മുടെ ഇവരെല്ലാം പെട്ടെന്ന് വലിച്ചെടുക്കുന്നത്. പൈസ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റും അത് എടുക്കും. എന്നോട് വന്നിട്ട് എനിക്കൊരു 5 ലക്ഷം രൂപ തരാം, നീ ആണ്ട ഒരു ഉടായിപ്പ് പൊട്ടപ്പടമെന്ന് വെച്ചോ, ഇതിൽ വന്നിട്ട് നീ റാപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എടുക്കും. എനിക്ക് 5 ലക്ഷം രൂപ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറൊരു ആർട്ടിസ്റ്റിന് കൊടുക്കും, അവര് ചെയ്യും. ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇവരാരും പൊളിറ്റിക്കലി വലുതായിട്ട് സംസാരിക്കാത്തത്. വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റുകളേ ഉള്ളൂ, അതും അവര് ജനറലായിട്ടേ സംസാരിക്കും. ആരെയും നമ്മള് എടുത്തു വെച്ച് പറയാൻ പറ്റില്ല. MC കൂപ്പറിന്റെ ഒക്കെ റാപ്പിലൊക്കെ MC കൂപ്പറൊക്കെ പറയും അങ്ങനെ ക്ലിയർ ആയിട്ട്, പക്ഷെ ടച്ച് ചെയ്തേ പോകും. വേടന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ തന്നെ ഭയങ്കര മുമ്പൊരു സിനിമയുടെ പ്രൊമോഷനിൽ വന്നിരുന്നപ്പോ ബ്രാൻഡായിട്ട് കൊണ്ടുള്ളൂ, നമുക്കൊരു കറുത്ത നടൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതന്നെ വലിയ പ്രശ്നം. ജാതിയുടെ പേരിലൊക്കെ എല്ലാവരുടെയും നാട്ടിലാണെങ്കിൽ കേരളത്തിലാണെങ്കിലും അതിൽ വലിയ മാറ്റം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ ആൾക്കാർക്കുണ്ട്. മറ്റേ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ
നമ്മള് ബ്രാഹ്മൺസ് ആയിരുന്നു, നമ്മൾ വന്നിട്ട് തോമസ് ലീഗ വന്നിട്ട് നമ്മളെ നേരിട്ട് മാറ്റി. തൊട്ട ആൾക്കാരാണ്. അങ്ങനെ പറയും, നമ്മള് ബ്രാഹ്മൺസ് ആയിരുന്നു. പക്ഷെ അല്ലാതെ പറയാൻ പറ്റും, അല്ലാതെ അവർ പറയത്തില്ല ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ ശരിക്കുള്ള ഒരു കാര്യം പറഞ്ഞു, വീടുകളിൽ പോലും ഒരു ഈ കാലത്ത് പോലും ആൾക്കാർ വന്ന് വെള്ളം കുടിക്കുമ്പോൾ കുപ്പി ഗ്ലാസ് കൊടുക്കുന്നതും സ്റ്റീൽ ഗ്ലാസ് കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട്. സത്യം, സ്റ്റീൽ ഗ്ലാസ് ആർക്ക് കൊടുക്കുന്നു, കുപ്പി ഗ്ലാസ് ആർക്ക് കൊടുക്കുന്നു വീടുകളിലുണ്ട്. ഈ സംഭവം ചേഞ്ച് ആവണം. പക്ഷെ പക്ഷെ ഈ പുതിയ ജനറേഷനായിട്ട് വരുന്നവരും ഇത് തന്നെ തിന്നുക. ഈ നടക്കുന്ന സംഭവങ്ങൾ കണ്ട ഇവര് ഫീലും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലും ഇതുണ്ട്. അതെ, സത്യം. വേറൊരു ഇത് ഇവർക്ക് ഇപ്പൊ നമ്മളൊക്കെ ഫോർച്ചുനേറ്റ്ലി പുറത്തു വരാൻ പറ്റി. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മള് ഇപ്പൊ UK സത്യസന്ധമായ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ പോയി എത്തിപ്പെടുന്നതും ഒരു നാട്ടിലെ ടൈപ്പ് ഒരു എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്ക് മാറാനോ പുതുത് പഠിക്കാനോ ഒന്നുള്ളൊരു ഇതില്ലല്ലോ. നമ്മള് സ്വന്തമായിട്ടൊരു തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കണം. പിന്നെ നമ്മൾ ഒരു രാജ്യത്തോട്ട് പുതിയതായിട്ട് വന്നിട്ട് നമുക്കറിയാത്ത ആൾക്കാരുമായിട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതത്ര സിമ്പിൾ അല്ല. നമ്മളിപ്പോൾ ഇവിടെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിച്ച് 2-3 തുർക്കിഷാരോ അല്ലെങ്കിൽ പോളിഷാരോ പരിചയപ്പെട്ട് അവരുമായിട്ട് നടന്ന് പണി കിട്ടി, കാശടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ ഇടി കിട്ടി, അങ്ങനെ ഒരുപാട് ആൾക്കാരോട് നമ്മളിവിടെ ഓടി വന്നിട്ട് നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് അവരുടെ കൾച്ചറിനെ കുറിച്ച് അറിയത്തില്ല, നമ്മൾ എങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്കറിയാം. നമ്മൾ ഓടിച്ചെന്ന് അവരുമായിട്ട് കമ്പനിയായി അവരെ പെട്ടെന്ന് ഒഫൻഡ് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. UK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളികൾ വന്നാലും നമ്മളൊരു കൺട്രി ചെന്ന് കഴിഞ്ഞാൽ, നമ്മളൊരു കൺട്രി വരുന്നതിന് നമുക്കൊരു കാര്യമുണ്ട്. നമുക്ക് മെയിനായിട്ട് യൂറോപ്പിലെ ആൾക്കാർ വരുന്നത് കുറച്ച് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കാശിനെക്കാളിലും കാശ് ഉണ്ടാക്കണം, അതേപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം, സ്റ്റാൻഡേർഡ് ലൈഫ്. അപ്പം അതിനു വേണ്ടിയാണ് ആൾക്കാർ വരുമ്പം നമ്മളൊരു കൺട്രി ചെല്ലുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ആ കൺട്രിയിലുള്ള ആൾക്കാരെ, അവിടെ നടക്കേണ്ട രീതിയും. ഇപ്പം ഞാൻ ചൂയിങ് എടുത്തിട്ട് റോഡിലോട്ട് തൊപ്പിയിട്ടിട്ട് പോകുന്ന അത് നാട്ടിൽ ചെയ്യും, ഇന്ത്യയിൽ ചെയ്യും. പക്ഷെ ഇവിടെ ഒരിക്കലും അത് ചെയ്യരുത്. അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരപ്പം വിലയിരുത്തും. അവർക്ക് ചിലപ്പോൾ ഇന്ത്യൻസുമായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത ആളായിരിക്കും. ഒറ്റ സീൻ കാരണം അയാളുടെ മനസ്സിൽ അപ്പം വരും ഇന്ത്യൻസ് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തോണ്ടുമ്പോൾ ഇന്ത്യയുടെ ഒരു വീഡിയോ, വൃത്തിയേട് അടുത്തത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ലോകത്തിപ്പോ ഏറ്റവും കൂടുതൽ ഹേറ്റ്രഡ് അനുഭവിക്കുന്നത് ജ്യൂസും ഏറ്റവും കൂടുതൽ നമ്പർ 1-2 നിൽക്കുന്നത്. എപ്പിസോഡ് പറഞ്ഞിട്ടുള്ളൂ, ഇന്ത്യ ഫീഡിന്റെ പ്രശ്നമാണോ അറിയില്ല, ഫുൾ ഇതാ ഇന്ത്യൻ ഹേറ്റ്. ബിക്കോസ് ഈ യൂട്യൂബേഴ്സിലെ മിസ്റ്റർ ബീസ്റ്റ് അല്ലെങ്കിൽ ഐഷോ സ്പീഡൊക്കെ എന്തിനാ ഇന്ത്യ വരുന്നത്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്ന ഇവിടെ. ഇന്ത്യ ഡിജിറ്റലാണ്. ഏതൊരു കുഗ്രാമം ബീഹാറിൽ ചെന്നാൽ പോലും അവന്റെ വരെ സ്മാർട്ട് ഫോൺ, അവന്റെ വരെ യൂട്യൂബ്. ഏതൊരു കുഗ്രാമം വയനാട് പോയി ഒരു ട്രൈബ്സിന്റെ സ്ഥലത്ത് പോയാൽ പോലും അവരുടെ കയ്യിൽ പോലും ഫോണുണ്ട്. ഇന്ത്യൻസ് കൂടുതൽ വെസ്റ്റേൺ കൾച്ചർ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ചൈന പോലെയല്ല, അവരുടെ അപ്പം പോപ്പുലേഷനും കാരണം ഭയങ്കര ബെസ്റ്റ്. അത് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മളെ ബ്രിട്ടീഷേഴ്സ് വന്ന് പിടിച്ചടക്കിയതും കോളനൈസ് ചെയ്തതും അന്ന് തൊട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് പാവപ്പെട്ടവനായി നിന്ന് അവര് തരുന്ന എന്തെങ്കിലും കിട്ടുന്നത് തിന്നു. അപ്പം എനിക്ക് കിട്ടി, നിനക്ക് കിട്ടിയില്ല, അപ്പൊ നിനക്ക് ഉള്ളിലൊരു വിഷമമുണ്ട്, ഇവന് കിട്ടിയല്ലോ. അന്ന് തൊട്ട് അതിങ്ങനെ മനസ്സിൽ കിടന്ന് ഇവർ ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെ പിടിച്ചു വെച്ച് ഈ ഉള്ളത് ഇട്ട് കൊടുക്കുന്നത് വലിയ സംഭവം. അങ്ങനെ ഇന്ത്യൻസിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. ഞങ്ങള് നാട്ടിലൊരു വൈറ്റ് പേഴ്സൺ വർക്കലേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എല്ലാരും അവരെ ഇങ്ങനെ നോക്കും, വെളുത്ത മനുഷ്യൻ. ഞാനൊക്കെ പണ്ട് വർക്കല നമുക്ക് അടുത്താ വർക്കലേക്ക് വന്നപ്പോ ഒന്നാലോചിക്കും, ഞാനാണെങ്കിൽ ഒരു ജർമ്മനിയിൽ ഒരു സായിപ്പന്നെ ഇങ്ങനെ പോയപ്പോ ഞാൻ ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. സായിപ്പോട്ട് തന്നെ ഹലോ ഹൗ ആർ യു എന്നൊക്കെ എന്നോടും ചോദിച്ചു. Where are you from? ഞാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ഫ്രം ജർമ്മനി എന്ന്. ജർമ്മനി, ഓ സോ യു ആർ ഫ്രം ദ ലാൻഡ് ഓഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അയാൾ ഇറ്റ്സ് ഒഫെൻസീവ്. എനിക്കറിയത്തില്ല, നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൾച്ചറാണ്. നമ്മൾ യൂറോപ്പിൽ വന്നിട്ടില്ല, നമുക്ക് അറിയത്തില്ല ഹിറ്റ്ലർ എങ്ങനെ ഇവര് കാണും. നമുക്കിത് പഠിച്ചല്ലേ. അതേമാതിരി ഹിറ്റ്ലറിനെ പറ്റി പോളിഷുകാരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര ഇതാണ്, അവരുടെ ഹിസ്റ്ററി. ജർമ്മൻസുമായിട്ട് പ്രത്യേക ഒരു കൽപ്പുണ്ട്. അത് ഇപ്പോഴത്തെ ജനറ കാര്യം അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ പോളണ്ടിൽ പ്രത്യേകിച്ച് അവര് ഫോറിനേഴ്സിനെ കാണുന്നത് കുറച്ചും കൂടെ പേടി പോലെ എന്ന് ആൾക്കാർ പറയും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നവരല്ലേ ഈ രാജ്യം പിടിച്ചടക്കിയിട്ടുണ്ട്. സോവിയറ്റ് വന്നു, അവരെ കുറ്റം പറയാനും പറ്റൂല. ഞാൻ ഇത് പറയാൻ, ഞാൻ ഇതേമാതിരി തമാശക്ക് ഒരു വട്ടം
ഇങ്ങനെ കാട്ടിട്ട് ജനഗണമന തമാശ കാണിച്ച് ഇവല് ഒപ്പം ജോലി ചെയ്യണ ഇവര് എന്നിട്ട് ഭയങ്കര സീനായി അത്. ഞാൻ തമാശ കാണിച്ചതാ, മലയാളം പാട്ടും പാടിക്കോളെ, ഇന്ത്യൻ പാട്ടും പാടിക്കോളെ. ഹിറ്റ്ലറിനെ അടക്കിയ സ്ഥലം പോലും ജർമ്മനിയിലില്ല. അത് അവിടെ ഒരു മോണുമെന്റോ അവരുടെ വൺ ഓഫ് ദ അവരുടെ പെർസ്പെക്ടീവ് നാലിക്കാണെങ്കിൽ അവരുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലീഡറാണ്. യൂറോപ്പ് മൊത്തം പിടിച്ചടക്കിയ വലിയ. പക്ഷെ അതിലൊന്നും പ്രൗഡ് ആവണില്ല. അവർക്ക് അത് ഭയങ്കര ദുഃഖം. ഇപ്പൊ ഈ പലസ്തീൻ ഇഷ്യൂ നടക്കുമ്പോൾ പോലും അതേപോലെയാണ് ഇവര് ബോംബ് ചെയ്യുന്നു. ഈ കാലത്ത് നമ്മൾ പല ആൾക്കാരും അത് കണക്കാക്കപ്പെടുന്ന ഇവര് എല്ലായിടും ഉണ്ട്. ഇവര് അങ്ങനെയാണ് ആൾക്കാരുടെ ചിന്ത അങ്ങനെ ആയി വരുമോ. ഇപ്പൊ ജർമ്മനിയിലാണെങ്കിൽ എല്ലാരും പറയുന്ന ഇവരെല്ലായിടും ഉണ്ട്, ഇവർ ടേക്ക് ഓവർ ചെയ്യും. ഈ സെയിം ചിന്താഗതിയായിരുന്നു പണ്ട് ജ്യൂസിന്റെ അടുത്ത് യൂറോപ്യൻസിനുണ്ടായിരുന്നു. അന്ന് ഇവര് മരിച്ചപ്പോഴൊന്നും ആരും ഇടപെട്ടില്ല. ആരും ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും പോകുന്നില്ല, പറയാനും പോകുന്നില്ല. അവരെന്തോ കാണിക്കട്ടെ, അങ്ങനെ നിന്നു. അങ്ങനെ അവസാനം ഇതെല്ലാം പുറത്തു വന്നപ്പോഴാണ് സോ സാഡ്, ലൈക്ക് വേഴ്സ്റ്റ്, ദിസ് ഈസ് അൺഅക്സെപ്റ്റബിൾ. ഹോളോകോസ്റ്റ് ഒരു ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ് എന്നുള്ള ഒരു ഇതിലോട്ടെത്തിയ. ഇതൊരു 30, 40, 50 years കഴിയുമ്പോൾ ഈ പലസ്തീനിയൻസിനോട് ചെയ്തത് അതേപോലെ തന്നെ ആൾക്കാർ അപ്പം പറയും. കാര്യം നമ്മൾ ഈ ജനറേഷനിൽ ജീവിച്ചുകൊണ്ട് വി കാണ്ട് റിലേറ്റ്. ഫ്യൂച്ചർ ജനറേഷനിൽ ആൾക്കാർ വരുമ്പം അവർ പറയും അവർ കാണിച്ചത് ഭയങ്കര, കാര്യം അവർ അത് എക്സ്പീരിയൻസ് ചെയ്തില്ല. ഈ കൾച്ചറലി പ്രോബ്ലംസ് വരുന്നതാണ്. ഇപ്പം മുസ്ലിംസ് എല്ലായിടവും വരുന്നു. മുസ്ലിംസ് കാര്യം അവരുടെ റിലീജിയൻ വൺ ഓഫ് ദ സ്ട്രിക്റ്റസ്റ്റ് റിലീജിയൻ. അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റിലീജിയൻ. ഈ ഡാക്കിസ്ഥാനൊക്കെ ഇല്ലേ, ഈ റഷ്യയുടെ MMF, അപ്പൊ അവര് ഇങ്ങനെ കളിയാക്കി പറയും ലൈക്ക് യു ലിവ് ഇൻ റഷ്യ, വൺ ഓഫ് ദ സ്ട്രിക്ട് കൺട്രി, ഇങ്ങനെ ടഫ് കൺട്രി, പ്ലസ് യു ഫോളോ വൺ ഓഫ് ദ ടഫസ്റ്റ് റിലീജിയൻ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ അടിച്ചു ഓപ്പിക്കും എന്നാ പറയുന്നത്. അയാൾ എന്ത് വലിയ ഫൈറ്റർ ആയിരിക്കും. അത്രയും അതാണല്ലോ ഈ നമ്മുടെ ഖബീബ്, ഇസ്ലാം, ഇവരെല്ലാരും ഇത്രയും ഹെവി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു റിലീജിയൻ വരുമ്പോൾ അതിൽ പ്രൊട്ടക്ഷൻ, അവർ ഹെൽപ്പ് ചെയ്യും, തമ്മിൽ സപ്പോർട്ട് ചെയ്യും. അതേപോലെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ റിലീജിയൻ ഫോളോ ചെയ്യും, ഡിസിപ്ലിനാണ്, മൈൻഡ് സെറ്റ് ആണ്. അപ്പം ഇത് വരും. പിന്നെ എല്ലാ റിലീജിയനിലും കുറച്ച് എക്സ്ട്രീമിസം. ഷാറുഖ് ഖാന്റെ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായി. പുള്ളി പറയും ഒന്നിനും പേരും എടുക്കില്ല. ഇസ്ലാം എക്സ്ട്രീമിസ്റ്റോ അല്ലെങ്കിൽ ഹിന്ദു എക്സ്ട്രീമിസ്റ്റോ, ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റോ, വൈറ്റ് എക്സ്ട്രീമിസ്റ്റോ, ബ്ലാക്ക് എക്സ്ട്രീമിസ്റ്റോ, എക്സ്ട്രീമിസ്റ്റ് ഈസ് എക്സ്ട്രീമിസ്റ്റ്. അവരെല്ലാം എക്സ്ട്രീമിസ്റ്റ് ആണ്. അത് ഇസ്ലാമും അക്സെപ്റ്റ് ചെയ്തില്ല. ഒരുത്തൻ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഹീസ് എൻ എക്സ്ട്രീമിസ്റ്റ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ഫീച്ചറിങ് ആർട്ടിസ്റ്റുകൾ തിരുമാലി. ഓക്കെ, തിരുമാലി ഉണ്ട്. അതിനകത്ത് ലിൽചാത്ത് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ചെയ്തേക്കുന്ന ഹനുമാൻ കൈറ്റാണ്. എന്നിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി എണ്ണിച്ച ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഉറങ്ങി അടുത്ത ഷോയ്ക്ക് പോവാം. അപ്പൊ അവിടെയും ഇത് എനർജി തന്നെ പെർഫോമൻസിൽ വേണം. അപ്പോഴാണ് ആൾക്കാർ ഇതിലോട്ട് തിരിയുന്നത്, കൂടുതൽ പിൽസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഹൈപ്പ് അപ്പ് ആവാൻ വേണ്ടി. ഇങ്ങനെ ഈ പിള്ളേരെല്ലാം കാരണം ഇപ്പൊ മലപ്പുറം സൈഡ് ആണെങ്കിലും ഡാപ്സി, ബേബി ജീൻ, ഇവരെല്ലാരും ട്രാക്ക് ഇറക്കി ഇവരെല്ലാം ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുക. ഓഫീസൊക്കെ സ്റ്റുഡിയോ വരുമ്പോൾ പോലും ആർട്ടിസ്റ്റുകൾക്കൊക്കെ പേടിയാണ്. ലൈക്ക് ദേ നോ ദീസ് ഗൈസ്. ഇവർ ഭയങ്കര മെക്സിക്കൻ മറ്റേ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവരൊക്കെ ഈ ലേബിൾസിന്റെ ഓണർ ഗാങ് ലീഡേഴ്സ് ഒക്കെയാണ്, വലിയ ഗാങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ലേബിൾസിന്റെ ഓണർ. സോ അവർക്ക് ഇത് ബ്ലണ്ട് റോൾ ചെയ്യുന്ന ആൾക്ക് തന്നെ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് റോൾ ചെയ്ത് കൊടുക്കാൻ. സ്നൂപ്പ് വലിക്കണ വരെ സനൂപ് വലിക്കണ